ഞാൻ ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങൾ. ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. സ്വർഗീയപിതാവേ, വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരയണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നേരത്തെ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി സാക്ഷ്യവും ഒന്നും പറയുന്നില്ല. എങ്കിലും കുറേ കൊല്ലങ്ങളായതുകൊണ്ട് പറയുന്നു. ഞാൻ 83-ൽ രക്ഷിക്കപ്പെട്ടു. പെരുമ്പാവൂർ വേങ്ങൂർ ഷാരോൺ ചർച്ചാണ് എൻ്റെ മാതൃസഭ എന്ന് പറയുന്നത്. ചാലക്കുടി അസംബ്ലിസോട് സഭയിലാണ് വർഷങ്ങളായിട്ട് ഇപ്പം താമസ സൗകര്യത്തിന് വേണ്ടി താമസിക്കുന്നതും അവിടുത്തെ മെമ്പർഷിപ്പ്. എന്നാൽ ഇതൊന്നുമല്ല, ഞാൻ നിലമ്പൂരുള്ള അഗപ്പെ ഗോസ്പൽ മിഷൻ ആ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യും. എനിക്ക് തന്നെ ചിലപ്പം ചിരിയും ചിന്തയും ഒരുമിച്ച് വരും. കാരണം എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എല്ലാ സഭയിലുമാണ്. എൻ്റെ അപ്പൻ സ്വതന്ത്ര പെന്തക്കോസ്തായിരുന്നു. അമ്മയാണ് ഇപ്പോഴും ഷാരോനിൽ നിൽക്കുന്നത്. ഞാൻ അഗപ്പെ ഗോസ്പൽ മിഷനാണ്. എൻ്റെ ഭാര്യ മുളന്തുരുത്തി TPM കാരിയാണ്. എൻ്റെ മക്കൾ ആണ് ചാലക്കുടി അസംബ്ലി സോഡിലെ ആൾക്കാർ. എൻ്റെ മൂത്ത പെങ്ങൾ കത്തോലിക്ക സഭയിലേക്കാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ പെങ്ങൾ ക്രിസ്ത്യാനിയുമല്ല, ഹിന്ദുവല്ല. ഹിന്ദുവിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് അവർ ഒരു പട്ടരെ സ്നേഹിച്ചു കല്യാണം കഴിച്ചു. കോയമ്പത്തൂരിൽ സെറ്റിലാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് അവിടെ AG ചർച്ചിലും പോവും, ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരൻ അമ്പലത്തിലും പോവും. അങ്ങനെ ഉള്ള ആളുകളെല്ലാം ഓരോ സഭയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ദൈവരാജ്യം എല്ലാ വക മീനും പിടിക്കുന്ന വലയോട് സദൃശ്യമെന്ന് പറഞ്ഞു. നമുക്ക് വേഗത്തിൽ ഇതിൻ്റെ 3 ചിന്തകൾ ഞാൻ പങ്കുവെക്കാം. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ എസ്കറ്റോളജി കർത്താൻ്റെ വരവേൻ്റെ ഒരു മാസ്റ്റർ പീസ് ആണെങ്കിലും സഭയുടെ ഇന്നത്തെ ആത്മീക നിലവാരങ്ങളിൽ ഒരു ചെറിയ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വാർത്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കിത് കൈമാറാൻ ആളുകൾ വേണമല്ലോ. ആ ചിന്തയിലൂടെയാണ് പോകുന്നത്. ഞാൻ ഇന്ന് അല്പസമയം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് ദൈവസഭയിൽ നമ്മൾ ആരായിരിക്കണം എന്നുള്ളത്. വിശ്വാസികൾ ആരായിരിക്കണം എന്നാണ് ഞാൻ പണ്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പാസ്റ്റർമാരൊന്നും അതിനകത്ത് ഉൾപ്പെടുകയില്ല എന്നൊരു തോന്നൽ വന്നു. അതുകൊണ്ട് അവരെയും കൂടെ ഉൾപ്പെടുത്തണമല്ലോ. ഞാനും പാസ്റ്ററൊക്കെ ഉൾപ്പെട്ടു. നമ്മൾ ദൈവസഭയിൽ ആരായിരിക്കണം അറിയാവുന്ന കാര്യമാണ്. 2-3 ചിന്തകൾ. ആദ്യം തന്നെ ഞാൻ ദൈവസഭ എന്നൊരു വിഷയത്തെക്കുറിച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് ചില കാര്യങ്ങൾ പറയും. നമ്മൾ ദൈവസഭയെക്കുറിച്ച് പഠിച്ചു വച്ചിരിക്കുന്ന ഒരു നിർവചനമുണ്ട്. അത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ഇതിനകത്തൊരു ചെറിയ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ പഠിച്ചു വെക്കുക, ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട്. എന്തുദ്ദേശമാണെന്ന് അറിയാം. ഒരു പ്രത്യേക ഉദ്ദേശം. 2 ബാഗ് ബാക്കി വന്നു. സ്കൂൾ ബാഗ്, ഒരെണ്ണം സ്കൂബിയുടെ, ഒരെണ്ണം ഏതാണ്ടൊരു ഡേ ഡ്യൂപ്ലിക്കേറ്റ്. ഒരു ഹൈദവൻ്റെ കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സഭയിലൊരു അച്ചാൻ്റെ മോനുണ്ട്. ഒറിജിനൽ ബാഗ് ആർക്ക് കൊടുക്കണം? ചുമ്മാ സഭയിലെ വിശ്വാസിയുണ്ട്, വെളിയിൽ നിന്ന് വന്ന ഒരു ഹിന്ദുവിൻ്റെ കുഞ്ഞുമുണ്ട്. ഒറിജിനൽ ബാഗ് ആർക്ക് കൊടുക്കണം? നിങ്ങളുടെ ചിന്തയെ പറ. വെളിയിൽ നിന്ന് വന്നവർക്ക്. നിങ്ങളെന്താ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കടം വല്ലതും മേടിച്ചായിരുന്നു? എനിക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഓർമ്മ കുറവുള്ള ആളാണ്. ഇങ്ങോട്ട് കിട്ടുന്നത് ചത്താലും മറക്കുകയില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ കടം മേടിച്ചുകൊണ്ട് പോയതുപോലെയുണ്ട്. ഇല്ലല്ലോ, ഇല്ലേ? നിങ്ങൾ പറഞ്ഞത് ആ പാസ്റ്റർ ചെയ്തത് എന്തോന്ന്? ആ കൊച്ചിന് നല്ലത് കൊടുത്തു. സംഭവിച്ചത്
ഈ സഹോദരൻ സഭ വിട്ടുപോയി. എന്തായിരുന്നു കാരണം? ഒറിജിനൽ ബാഗ് ആർക്ക് കൊടുത്തില്ല? വാക്യമുണ്ട് കേട്ടോ, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. ലേശം കുറച്ചോ ശബ്ദം കുഴപ്പമില്ല, എന്നാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ കൂടി വരും. പഴയ മണ്ണെണ്ണ എൻജിൻ കണക്കെയാണ് നമ്മുടെ ശബ്ദങ്ങൾ വരുന്നത്. വിട്ടുപോയി. പിന്നെ ഒത്തിരി പാടുപെട്ടാണ് തിരിച്ചു കൊണ്ടുവന്നേ. അപ്പോൾ പ്രത്യേക ഉദ്ദേശത്തിനായിട്ടാണ് ആളുകൾ സഭയിൽ വരുന്നത്. എന്തിനാന്ന് നമുക്കറിയാമല്ല. അതുകൊണ്ട് അത് പരിഷ്കരിക്കണം. 1-ാം നൂറ്റാണ്ടിലെ ബൈബിൾ മാറ്റരുത്, പക്ഷെ ഇട്ടുകൊടുക്കുന്ന കവർ മാറ്റണം. നമ്മൾ പണ്ട് കാലത്തൊക്കെ ശർക്കര മേടിക്കാൻ ചെല്ലുമ്പം കടലാസിനകത്ത് പൊതിഞ്ഞ് അല്ലേ കുമ്പിള് കുത്തി പൊട്ടി ഒലിച്ചിരിക്കുന്ന ചാക്കോ തുലിട്ട് കെട്ടി നമ്മൾ എൻ്റെ കഷ്ടത്തിൽ അത് മുക്കി പിടിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നത്. ഇപ്പം ആരെങ്കിലും അങ്ങനെ ശർക്കര കൊണ്ടുപോകും? ഇപ്പോൾ താണ്ടെ യൂസഫലി സാറിൻ്റെ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ 1-ാം തരം ശർക്കര, അതും സർവേക്കല്ല്, ഇതും സർവേക്കല്ല്. പക്ഷേ വില ഇച്ചിരി കൂടി. എന്നാലും ആ പാക്കറ്റ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സംതൃപ്തിയാണ്. പണ്ടത്തെ തുണി ന്യൂസ് പേപ്പറിനകത്ത് പൊതിഞ്ഞു തരും. ഇപ്പോഴോ കല്യാൺ സിൽക്സ് എന്നൊക്കെ പറഞ്ഞ് ആ കൂട് തന്നെ ഇങ്ങനെ ആട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഇങ്ങനെ ഞാൻ അവിടെ നിന്നാണ് മേടിച്ച ബ്രാൻഡഡ്. ഉപദേശം മാറ്റരുത്, ബൈബിൾ മാറ്റരുത്, പക്ഷേ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി കവർ മാറ്റിയില്ലെങ്കിൽ പിള്ളേരൊന്നും സഭയെ കാണുകയില്ല. നമ്മൾ കവർ മാറ്റണം. ഒരു ഉപദേശമാണ്. വളരെ ശ്രദ്ധിച്ചാണ് ഈ കാര്യങ്ങൾ പറയുക. അതുകൊണ്ടൊരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വിളിച്ച് വേറൊരു കൂട്ടം അങ്ങനെ പറഞ്ഞ് ഒഴുക്കം മട്ടിനെ വിടാതെ ഒരല്പം ഭേദഗതി തിയോളജി പറയുന്നു. ദൈവം തൻ്റെ പദ്ധതികൾ നടപ്പിൽ വരുത്തുക എന്ന ഉദ്ദേശത്തോടെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അയ്യോ അതങ്ങ് പഠിച്ചാണ്ടല്ലോ പിന്നെ സഭയെ തമ്മിത്തല്ലില്ല, പിന്നെ സഭയെ പ്രശ്നമില്ല. ഇത് എൻ്റെ പദ്ധതികൾ നടപ്പിൽ വരുത്താനാണ് സഭ വന്നിരിക്കുന്നതെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അവർ സഭായോഗത്തിന് വന്നില്ലെങ്കിലും സഭായം കഴിഞ്ഞുള്ള കമ്മിറ്റിക്ക് വരും. അതാ എൻ്റെ കാര്യം. ഈ സഭ എന്ന് അവസാനിക്കുന്ന സഭകൾ നോക്കിക്കേ. കത്തോലിക്ക സഭ, മർത്തോമ സഭ, CSI, ഇവാഞ്ചലിക്കൽ, അങ്ങനെ 5-6 പേരിലത് ഒതുങ്ങും. നമുക്ക് പിന്നെ ഇഷ്ടം പോലെയാണ്. ഇനി അക്ഷരങ്ങൾ തികയില്ലാത്തതുകൊണ്ട് എബ്രായ ഭാഷയൊക്കെ ഇപ്പോൾ സഭയ്ക്ക് ഇട്ടേക്കണേ. നമ്മൾ പെന്തക്കോസ്തുകാർക്ക് ഈ കുറച്ചും കൂടെ അണ്ട് കേരള പുലയർ മഹാസഭ കേട്ടിട്ടില്ലേ? വിശ്വകർമ്മ സഭ കേട്ടില്ല? സാംഭവ സഭ, ചേരമർ കേട്ടിട്ടില്ലേ? അതും സഭയാണ്. ഇനി പിള്ളേർക്ക് ഒന്നും പരിചയമില്ലെങ്കിൽ നിയമ സഭ, ലോക സഭ, രാജ്യ, അതും സഭയാണ്. എല്ലാത്തിൻ്റെ അവസാനം ഇപ്പം എന്തോ പറഞ്ഞേ? ഒരു ചോദ്യം, നിയമസഭയും നമ്മുടെ സഭയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഒരാൾ പറഞ്ഞു എന്ത് വ്യത്യാസം? അവിടെ മുണ്ട് പറിച്ചടിക്കുന്നു, ഇവിടെ പാൻറ് ഊരി അടിക്കുന്നു, അത്രയുള്ള വ്യത്യാസമുണ്ട്. നമ്മൾ കവർണത്തിട്ടാണ് കൊടുക്കുന്നത്, പുതിയ കവർണത്താണ്. മുണ്ടൊക്കെ മാറ്റി, ഇപ്പം മുണ്ടൂരാന്മാരൊക്കെ മാറ്റി, ഇപ്പം എന്തുവാ? കവർണത്താണ് അടിക്കുന്ന. അടി എന്ന് പറഞ്ഞ ഭയങ്കര. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ സഭ എന്താണെന്ന് അറിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയും ചർച്ച് സ്പെല്ലിങ് പറഞ്ഞ് അറിയാവുന്ന CH, ആദ്യവും CH അവസാനവും നടുക്കെന്തോ, അതാ സഭ. നീ ആരാണ് സഭയിൽ അതറിയണ്ടേ? നമ്മൾ ആരാണ് സഭയിൽ? അതൊരു ഉത്ബോധമുണ്ടായാൽ സഭ അനുഗ്രഹിക്കപ്പെടും. അതില്ലെങ്കിൽ ബഹളം ഓടാലിയായിരിക്കും. 3 ചിന്തകൾ ഞാൻ ചിന്തിടുമ്പോൾ എൻ്റെ സമയം 1:10. 1:10 പറഞ്ഞാൽ 1 മണിക്കൂർ 10 മിനിറ്റ്, അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന 1:10 അല്ല. ഇടയ്ക്ക് എഴുന്നേറ്റ് പോകരുത്. അവിടെ പറയുന്നത് എന്താ? ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള സഭയാകുന്ന ദേവാലയത്തിൽ താമസിച്ചു പോയാൽ നിങ്ങൾ സഭയിൽ എങ്ങനെ ഇരിക്കണം? യേശു വരാൻ കാലം കുറേ എങ്ങനെ ഇരിക്കണം? 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം സത്യത്തിൻ്റെ തൂണ്. അപ്പോൾ വിശ്വാസികൾ നമ്മളെ സഭയിൽ ആരായിരിക്കണം? സത്യത്തിൻ്റെ തൂണ്. പറഞ്ഞു. 2 അടിസ്ഥാനം, ഇംഗ്ലീഷിൽ മതിൽ എന്ന മതിൽ, വേർപാട്, അതാണ്. 3 വെളിപ്പാട്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പ്രസംഗത്തിൻ്റെ സ്ട്രക്ചർ തന്നു കഴിഞ്ഞു. നമ്മൾ സഭയിൽ ആരായിരിക്കണം? 1
സത്യത്തിൻ്റെ തൂണായിരിക്കണം. 2 മതിലായിരിക്കണം. 3 വെളിപ്പാടുള്ളവരായിരിക്കണം. വെളിപ്പാടും ദർശനം. ഞാനത് തിരിച്ചിടുകയാണ്, കാരണം കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അതിനോട് കണക്ട് ചെയ്യാവുന്നതുപോലെ പരമാവധി ശ്രമിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത് എന്താ? വെളിപ്പാടും ദർശനമുള്ളവരായിരിക്കണം സഭയിൽ. അയ്യോ, ഇതൊക്കെ ഏത് കാലത്ത് പറയാനാ? സത്യം പറഞ്ഞാൽ പെന്തക്കോസുകാരെന്ന് പറഞ്ഞാൽ അതാ. എന്തോന്ന്? സത്യം പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്തതും അതാ. ഞാനൊക്കെ രക്ഷിക്കപ്പെടുമ്പോഴേ സഭയിൽ ശനിയാഴ്ച യോഗമുണ്ട്. എൻ്റെ യോഗത്തിൻ്റെ പേരറിയാമോ? ഇപ്പം ആ യോഗം കണി കാണാനില്ല. ഇപ്പം അതിന് പകരം അതും പുതിയ കവർണത്താ. ഇപ്പം യോഗത്തിൻ്റെ പേര് കുത്തിത്തിരിപ്പ് യോഗം. അതിന് യോഗമുണ്ട്. എന്തോ യോഗമാണ്? അതെപ്പോഴാണെന്നറിയാമോ? ശനിയാഴ്ചയല്ല, അത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാൽ. എങ്ങനെ ഈ സഭയെ പൊളിക്കാം, അങ്ങനെ ചിന്തിക്കുന്ന, എങ്ങനെ ഇതിൻ്റെ യൂണിറ്റിയെ തകർക്കാമെന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ എന്നിരുന്ന് പരിപ്പോടും ചായയും കുടിച്ച് വരവുക ചെലവുക ഇല്ലക ഇതും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നൊരു യോഗമുണ്ട്. അതിൻ്റെ പേരാണ് എന്തോന്ന്? എല്ലാ യോഗങ്ങളും ബഹളമല്ല, മിക്കവാറും ഒക്കെ അങ്ങനെ. അപ്പം നമുക്ക് ഈ കാത്തിരിപ്പ് യോഗം നിന്നുപോയി, കുത്തിരിപ്പ് യോഗമുണ്ട്. പിള്ളേരോടൊക്കെ പൊക്കോളാൻ പറയും. യോഗത്തിന് ആരും നിൽക്കണ്ട. ജനറൽ ബോഡിയൊക്കെയാണ്. എന്തിനാന്ന് എനിക്കറിയാമല്ല. നമുക്കറിയാം, അവരിക്കുമ്പോൾ പറയാൻ പറ്റാത്ത പലതും നമ്മൾ പറയും. അതുകൊണ്ടാണ് അവിടെ പൊക്കോളാൻ പറയും. അവർ കഷ്ടകാലം നോക്കണേ, രാവിലെ വരാൻ പറയും, ഉച്ചയ്ക്ക് പൊക്കോളാൻ പറയും. നമ്മൾ രാവിലെ 6:30 ഉച്ചയ്ക്ക് പൊക്കോളാൻ പറയും. വലിയ പ്രശ്നം അവർക്ക്. അപ്പോൾ വെളിപ്പാടും ദർശനവും. ഞാൻ രക്ഷിക്കപ്പെട്ടത് വേങ്ങൂർ, ഞാൻ പാർഷക്കറിയാം, വേങ്ങൂർ ഷാരോൺ ചർച്ചുണ്ട്. വേങ്ങൂർ മാർക്കോമ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. പാർഷ ആരാ മാർക്കോമെന്ന് എനിക്കറിയാൻ മേല. ഞാൻ അവരോട് ചോദിച്ചു, അവർക്കും അറിയാൻ മേല. 2 പള്ളിയേ ഉള്ളൂ മാർക്കോമയുടെ നാമത്തിൽ. ഒന്ന് നെല്ലിമോളത്തൊരു പള്ളിയുണ്ട്, ഞങ്ങൾ അയൽപ്പക്കത്താരായാലും, സ്ഥലം കടയിരിപ്പ്. ഒരു അസ്ഥിയൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതും ആരുടെയാന്ന് അവർക്കും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. വിശ്വാസത്താൽ ആണ് അല്ലോ. കാരണം അങ്ങനെ തന്നെ അറിയാമല്ലോ. പിന്നെ അസ്ഥി എങ്ങനെ അറിയുന്നത്? എന്തായാലും ഇരിക്കട്ടെ. പള്ളി ഇപ്പം അങ്ങോട്ട് ചരിത്ര പ്രാധാന്യമുള്ള സംഭവമൊക്കെ ആയിട്ട് മാറി. 1350 വീട്ടുകാരുണ്ട് ഞാൻ രക്ഷിക്കപ്പെടുമ്പം. 15ാമത്തെ വയസ്സിലേ എൻ്റെ അപ്പൻ്റെ കലാവേദിയിൽ കഥാപ്രസംഗമായിരുന്നു എൻ്റെ മെയിൻ പണി. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ട് ഇപ്പം അപ്പൻ ചോദിച്ചു, എവിടെ പോവുക? ഞാൻ പറഞ്ഞു, ബന്ധുക്കൂസിലേക്ക് പോവുക. എൻ്റെ പൊന്നോ, ഞാൻ ചെന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ ഞങ്ങളുടെ സഭാഹാള് അടിപൊളി. 2.25 സെൻറ്റ് സ്ഥലം, പള്ളിയോ ഏക്കർ കണക്കിന്. 2.25 സെൻറ്റ് സ്ഥലം, ഓലമേഞ്ഞ ഷെഡ്, 4 നെറ്റി കെട്ടിപ്പോക്കി. നെറ്റി കെട്ടിപ്പോക്കി എന്ന് പറഞ്ഞാൽ 4 തൂണ് മാത്രമേ ഉള്ളൂ, നടുക്കൊന്നും ഭിത്തിയില്ല. പായെല്ലാം കൂടെ അവിടെ 2 കയറ് കെട്ടി അതിനകത്താണ്. അതിങ്ങനെ ആർച്ച് പോലെ കിടക്കുക. ഒരു വശം പൊട്ടിയ തമ്പേറ്, പ്രത്യേക സ്വരം അതിൻ്റെ. ലോകത്തിലെങ്ങും ഇല്ലാത്ത രാഗം. ആ രാഗമാണ് നശിപ്പിക്കരുതേ എന്ന രാഗമുണ്ട്. ആ രാഗമാണ് അതിന്. ഒരു വശത്തെ പോലുള്ളൂ. ഞാനാ കൂട്ടുന്നത്. പിന്നെ ചാണകം മെഴുകിയ തറ, സൈഡൊന്നും ഇല്ലല്ലോ. ഞാൻ ശീമപ്പത്തിലും തമ്പേറും കൊണ്ടാണ് ചെല്ലുന്നത്. അങ്ങനെ തമ്പേറ് കൊട്ടാനും ശീമപ്പത്തിൽ പട്ടീനെ ഓടിക്കാനും. പട്ടി കിടപ്പോട് തമ്പേറിൻ്റെ കോൽ അടി കഴിയുമ്പം അതിനകത്താണ് എടുത്ത് വെക്കുന്നത്. കാരണം എലി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി തമ്പേറിനകത്താണ് കോലെടുത്ത് വെക്കുന്നത്. ആളുകൾ ഈ മലമൂത്ര വിസർജനത്തിന് പോകുന്ന ഒരു ഇടവഴിയുണ്ട്, അതിൻ്റെ സൈഡിലായത്. കാരണം ഈ പണ്ടൊന്നും നമ്മുടെ ഹോളുകൾ എന്ന് പറഞ്ഞാൽ ഏതേലും ഒരു പട്ടിക്കാട്ടിലായിരിക്കും. അത് പിന്നെ സഹിക്കാം. നമ്മുടെ ശവക്കോട്ടയാണ്. അയ്യോ, നമ്മുടെ ശവക്കോട്ട കണ്ടാൽ ചാകാനേ തോന്നില്ല. ഏതേലും പട്ടിക്കാട്ടിലായിരിക്കും. ആൾ ചത്തെന്ന് പറഞ്ഞ് തലേദിവസം പോയി കാടും വെട്ടി, പെട്രോൾ മാക്സ് കൊണ്ടുപോയി കാടും വെട്ടി. പിറ്റേ ദിവസം നമ്മുടെ ചെല്ലുമ്പോൾ കൊതുക് അടിച്ചിട്ട് നിൽക്കാനും വയ്യ. ഈ പിന്നെ ശവക്കോട്ട കാണുമ്പോൾ ചിലർക്കൊരു സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഈ നശൂലം പിടിച്ച അമ്മ ചത്തെങ്കിലും മരുമൊക്കെ വലിയ സന്തോഷം. എത്രയും ദൂരം തിരിച്ചു വരത്തില്ലോ സന്തോഷമുണ്ട്. പിള്ളേരൊക്കെയാണ് നമ്മുടെ ഇടനെഞ്ചു പൊട്ടിപ്പോവും. ഞാൻ പറയും, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ ശവക്കോട്ടയൊക്കെ ഒന്ന് പുല്ലൊക്കെ ചെത്തി ചില പൂക്കളൊക്കെ വെച്ച്, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ അതുകൊണ്ട് കാര്യമ്പാടി ഏജിയുടെ ചർച്ചിൽ ഞാൻ ശവക്കോട്ട പണിയെ കാണാൻ ചെന്ന് ഞാനങ്ങ് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുക. വാസ പറഞ്ഞു, വാസേ വരുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ചത്താ കൊള്ളാമെന്നുണ്ട്. അതിനത്ര മനോഹരമായ ശവക്കോട്ട. നമ്മുടെ ശവക്കോട്ട കണ്ടാൽ ചാകാൻ പോലും തോന്നുകയില്ല, ആഗ്രഹിക്കുന്ന പോലും ചാകാൻ തോന്നുകയില്ല. അപ്പോൾ
അവിടെ ആളുകൾ ഈ മലമൂത്ര വിസർജനത്തിന് പോകുന്നതിൻ്റെ സൈഡിലാണ് ഞങ്ങളുടെ ഈ സഭാഹാള്. അവർക്കും ശല്യം, നമുക്കും ശല്യം. അവൻ പോകുമ്പോഴാണെങ്കിൽ കൂക്ക് വിളിച്ചുകൊണ്ട് പോവും, അല്ലേ പറഞ്ഞുകൊണ്ട് പോവും. പക്ഷെ ഒരു കാര്യം ഞാൻ സമ്മതിച്ചു കേട്ടോ, പട്ടിനെയൊക്കെ ഓടിച്ചു കളഞ്ഞ ദുർഗന്ധമൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും അന്നത്തെ ഒരു ആരാധന, AC ഇല്ല, ചാണകം കൊണ്ട് മെഴുകിയ തറയും കൈകൾ കൊണ്ട് മെടഞ്ഞത് അഴപ്പായും ഒരു വശം പൊട്ടിയത് അമ്പയറും, ആകെപ്പാടെ പാവം പിടിച്ചൊരു 10-15 എണ്ണ. എണ്ണം നോക്കാൻ കുഴി എണ്ണയിച്ചാൽ മതി. പട്ടിയിരിക്കുന്നവർക്ക് കുഴിയുണ്ടല്ലോ. ഞാൻ ആ വായിടുന്നേ, അന്നും ഇന്നും ഞാൻ ആ സഭാകൂടി വായിടുന്നേ. പിന്നൊക്കെ ഒരു രസമെന്നറിയാം. ഒരിക്കൽ കാലുകൊണ്ട് പായിട്ട് പാസ് പറഞ്ഞു, കുനിയടാ എടാ വിശുദ്ധന്മാരിരിക്കുന്ന പായേക്കാൾ കുനിയടാന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കാലുകൊണ്ട് പായിട്ടിട്ടില്ല. ഇങ്ങനെ കുനിയടാ. ഞങ്ങൾ ഈ പഴയ ഉപദേശമാരുടെ പുറകെ കടന്ന് ഉപദേശം പണി പഠിച്ച അനുഗുണമേ ഉള്ളൂ. അപ്പം അങ്ങനെ. പക്ഷെ ഞാൻ ഓർക്കുക, എൻ്റെ പൊന്നു വെച്ചാൽ അന്നത്തെ ആരാധനയുണ്ടല്ലോ, അത് പിന്നെ അവിടെ ആരും ഇല്ലെന്നേ. കൈവീശിക്കൊണ്ട് സ്വത്രം പറ ഇരിക്കുന്നത്, ഇതൊന്നും പറയാൻ ആളില്ലെന്നേ. അവിടെ ഹോളി സ്പിരിറ്റാണ് അവിടെ. അതാരാന്ന് പറഞ്ഞാൽ അന്യഭാഷ. ഞാൻ ചിന്തിക്കും, ദൈവമേ, ഈ തുറസായ സ്ഥലത്തിരുന്ന് അന്യഭാഷ പറഞ്ഞ ആരാധിച്ച ആരാധന AC ഹോളിലേക്ക് വന്നിട്ട് നമ്മൾ ഭയങ്കര പാടുപെടുകയാണ് ജനത്തെ ആരാധിപ്പിക്കാൻ. സ്തോത്രം. എൻ്റെ അപ്പൻ പള്ളിയിൽ അച്ഛൻ്റെ കൂട്ടുകാരനാണ്, ക്ലാസ്മേറ്റാണ്. അപ്പം ഞാൻ പെന്തിക്കോസ് പോയി അച്ഛൻ ചോദിച്ചു, എടാ നിന്റെ മോൻ എങ്ങാണ്ട് പോയി, എനിക്ക് എന്തെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. പ്രദക്ഷിണം ഇറങ്ങി വരുമ്പോൾ ഒരു 5-6 വീട് കഴിഞ്ഞ് എൻ്റെ വീടാണ്, 6-7 വീട് കഴിഞ്ഞ് എൻ്റെ വീടാണ്. അപ്പം അച്ഛൻ നടക്കുമ്പം മേക്കട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, 4 കാല. അന്ന് ചാരായവും കാക്കുപ്പിയ. ഒരു കാല് പിടിക്കുന്ന എൻ്റെ അപ്പനാ. പുള്ളി 2 കാലടിച്ചാ 1 കാല് പിടിക്കുന്നത്. എൻ്റെ വീടിൻ്റെ വാതിൽക്ക് വരുമ്പം അച്ഛൻ 3-4 പ്രാവശ്യം വാഴ്ത്തും. കാരണം കണ്ടില്ലെങ്കിൽ അച്ഛനെ കൊണ്ട് വാഴ്ത്തിപ്പിച്ചേ പിന്നെ പ്രദക്ഷിണം മുന്നോട്ട് പോകത്തുള്ളൂ. ഞങ്ങൾ അന്നേരം പടപടാന്ന് കുരിശ് വരയ്ക്കും. എൻ്റെ അപ്പൻ മിണ്ടിയില്ല. ഈ സഭാഹാള് കണ്ട അന്ന് അമ്മയോട് ചോദിച്ചു, ഇടീ നിന്റെ മോൻ, ആരുടെ മോൻ? അങ്ങനെയാണ്. റാങ്ക് ഹോൾഡർ ആണെങ്കിൽ പറയും, കണ്ടോടി അവൻ 10 തോറ്റാലോ, അല്ലേലും നിന്റെ പറയിപ്പിക്കരുത് കേട്ടോ. നമ്മുടെ മോൻ എന്ന് പറയാൻ ആവറേജ് എങ്കിലും ഉണ്ടായിക്കൊള്ളണം, ഫസ്റ്റ് ക്ലാസ്സെങ്കിലും മേടിച്ചോളണം. നിന്റെ മോൻ നശിപ്പിച്ചല്ലോടി. എന്ത് പറ്റി? ഇനി ഇറച്ചിക്കട കണക്കായിരിക്കുന്നത്. ഇവിടെ എന്നാ ഇറച്ചി വെട്ടുന്നതെന്ന് ചോദിച്ചു ഉള്ളൂർ സ്റ്റേജ്. അപ്പോൾ അവർ പറഞ്ഞു, ഇറച്ചിക്കടയല്ല, നിങ്ങളുടെ മോൻ വന്ന് അമ്മേരടിക്കുന്ന തലമാണ്. ഞാൻ എന്നാ ഒരു മോനേ ഉള്ളൂ ഞാൻ. വട്ടാണോ അവന്? സത്യമാണ്. ഈ ശരിയായ പെന്തിക്കോസ രീതി കണ്ടാൽ ഒരു അരവട്ട് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ആരാധിക്കിരിക്കുമ്പോൾ കണ്ടോ അച്ഛൻ അങ്ങനെ ആടുക. ഒരാട്ടം നമുക്കുണ്ട്, ഒരു ബഹളം നമുക്കുണ്ട്. ആണ്ടാ ശമരിയ സ്ത്രീ ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വരുന്നത്, അപ്പോഴേ ഒരു പിരി ലൂസ കൊണ്ടുവന്ന പാത്രം അവിടെ വെക്കുന്നു. അത് അലൂമിനിയം കണേ കൂടെ 145 രൂപ കിട്ടത്തില്ലയോ? അതും മേടിക്കില്ല അവള്. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തതിന് ശേഷം ആ സുവിശേഷ പ്രസംഗം അവള് അത് നോക്കിയൊന്നുമില്ല. ഇവനാണ് മാഷി എന്ന് കണ്ടത്, നേരെ പട്ടണത്തിൽ ചെന്നു അവള് പ്രസംഗിക്കുക. അല്ലെങ്കിൽ തന്നെ പെണ്ണുങ്ങളെയാണ് കർത്താവ് ഇതിനൊക്കെ പ്രയോറിറ്റി. ആണുങ്ങൾ യേശു ഉയർത്തുന്നത് കണ്ടപ്പോൾ നോക്കി, നിങ്ങൾ അവിടെ വാ, നമുക്ക് സംസാരിക്കാം, കാര്യങ്ങൾക്കൊരു തീരുമാനമാവട്ടെ, അവിടെ അങ്ങോട്ട് വാ. പെണ്ണുങ്ങളെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, ഗോ പ്ലസ് സ്പെൽ, പോയി പറഞ്ഞോളാൻ പറഞ്ഞു. അവരോടാ പോയി പറയാൻ പറഞ്ഞേ. എൻ്റെ കാര്യം എന്നാ? ഒരു കാര്യം കയ്യിൽ കിട്ടിയാൽ ഇതുപോലെ പരത്താൻ. നമ്മൾ പിന്നെ ഈ കുശുമ്പും കുന്നായ്മയും പറഞ്ഞു നടക്കുന്ന കാരണം അതിന് നെഗറ്റീവ്. അങ്ങനല്ല മക്കളെ, നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയാ. അറിയാമോ? അടിച്ച് കാസറിക്കോളാം എല്ലായിടത്തും പറഞ്ഞത്. എൻ്റെ ഭാര്യയൊക്കെ വീട് കറിഞ്ഞ് ഒരു വീട്ടിൽ ചെന്നാൽ അല്ല ഞാനും മുറ്റത്ത് നിൽക്കും, ഭാര്യ അകത്തോട്ട് കയറി പോകും. എന്നാ അവർക്ക് കയറാം, നമുക്ക് പറ്റത്തില്ല. നമ്മൾ അടുക്കളയിൽ കയറി അന്നത്തോടുകൂടെ സൂചിയുടെ വില തീർന്നു. ഉണ്ടോ? എൻ്റെ അപ്പ പറയും, എടി അവന് വട്ടാടി. 1350 വീട്ടുകാരുള്ള ചരിത്രത്തിലെ അത്തിക്കാട്ട് പള്ളിയിൽ നിന്ന് ഈ ചെക്കന് എന്നാ കണ്ടേച്ചിറങ്ങിയതാ? അല്ല മക്കളെ, ഞാൻ ചോദിക്കും, നിങ്ങൾ എന്നാ കണ്ടിറങ്ങിയതാ? അമ്പലചുംബിയായി നിൽക്കുന്ന ആലയങ്ങൾ ഇവിടെ ഇല്ലേ? നാട്ടിലാണെങ്കിൽ കുടുംബ ശവക്കോട്ടയില്ലേ?
പട്ടും പകിട്ടും പത്രാസും വെടിയും പടക്കവും പ്രദക്ഷിണവും പെരുന്നാളും. എൻ്റെ അമ്മോ, അതിൻ്റെയൊക്കെ ആ പള്ളിയുടെ കുരിശുപള്ളിയുടെ വലിപ്പമുണ്ടോ നമ്മുടെ പള്ളിക്ക്? ഇനി അതൊക്കെ നമ്മുടെ ഉപദേശം ചെയ്യാതെ എങ്ങാണ്ടെന്ന് വന്നൊരു ഉപദേശയുടെ പുറകെ ഇയാൾക്ക് ഇറങ്ങി എവിടുന്ന് വന്ന് ഉപദേശിയെന്ന് ആർക്കറിയാം? എങ്ങാണ്ടെന്നൊരു ഉപദേശം വരുന്നു, പൊട്ടി മുളച്ചോലെ കുറെ കാര്യം അതിന്റെ പുറകെ നമ്മൾ നടക്കുക. എൻ്റെ പ്രിയപ്പെട്ടവര്, പിള്ളേരെല്ലോ ചിന്തിക്കുന്നെങ്കിൽ പറയുക, ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? ഒരു വെളിപ്പാടാണ്. 14 ശമരിയ സ്ത്രീ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്തൊട്ടോ കുഴപ്പച്ചാ? അല്ല, നീ ഇങ്ങനെ പാത്രം എടുത്തോണ്ട് ചോദിച്ചു, വെളിവികേട് വല്ലതും ഉണ്ടോ? അച്ഛാ, വെളിവികേടല്ല, ഇപ്പോഴാണ് വെളിപ്പാട് കിട്ടിയത്. നിന്നോട് സംസാരിക്കുന്ന ഞാനാണ് മശിക എന്ന വെളിപ്പാട്. ആ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വേണം സഭയിൽ വരാൻ. ആ വെളിപ്പാട് കിട്ടിയവരാ ദൈവത്തെ ആരാധിക്കേണ്ടത്. ക്രിസ്തു ഒരു വെളിപ്പാടാണ്, വചനം വെളിപ്പാടാണ്, പരിശുദ്ധാൽ വെളിപ്പാടാണ്, സ്വർഗം വെളിപ്പാടാണ്, നരകം വെളിപ്പാടാണ്, കൃപാവരം വെളിപ്പാടാണ്, അന്യഭാഷ വെളിപ്പാടാണ്, ബൈബിൾ ഒരു വെളിപ്പാടാണ്. അതിന് വേണ്ടിയായി നിൽക്കുന്നത്. അല്ലാണ്ട് വലിയ വലിയ പള്ളിയൊന്നും അവിടെ ഇതിനേക്കാളൊക്കെ ബെസ്റ്റാണ് അവിടെ, അല്ലച്ചാ? ഇതിനു വേണ്ടിയാണ് നിൽക്കുന്നത്. ഇത് തുറക്കുമ്പം ഇതിനകത്ത് എന്താണോ ഞാൻ വായിക്കുന്നത് അതെല്ലാം ചെയ്യാനുള്ള പെർമിഷൻ എനിക്ക് തരുന്ന സഭയാണ് ദൈവത്തിന്റെ സഭ. അവിടെയാണ് നിൽക്കേണ്ടത് എന്ന് തിരിച്ചറിയണം ദൈവത്തിന്റെ മക്കൾ. അല്ലാതെ നമുക്കവിടെ ആരോടൊരു പണക്കൊന്നുമില്ല. എന്നാ പണക്കമില്ല? അവിടെ സ്വോത്രം എഴുതി വെച്ചിട്ടുണ്ട്. സ്വോത്രം സ്വോത്രം കർത്താവേ, സ്വോത്രമതായിരമായിരമായ അനവധിയായ സ്വോത്രം നാഥാ, കൃപ ചെയ്യണം ഞങ്ങളിൽ എന്ന് ഒരെണ്ണം പറയാൻ പറ്റില്ല. എങ്ങനെ പറയണമെന്ന് പോലും എഴുതി വെച്ചിട്ടുണ്ട്. പിതൃപുത്ര പരിശുദ്ധാത്മാവാന്തരി ഏക ദൈവത്തിൻ മക്കൾ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടണം. നിർമ്മലമായ ബോധത്തോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ദൈവത്തിന് സ്തോത്രം. അതെങ്ങനെ പറയണം? കുർബാനക്രമം ഉണ്ടെങ്കിൽ നോക്കിക്കോ, അട്ടഹസിച്ചുകൊണ്ട് പറയണമെന്ന്. എങ്ങനെയാ അട്ടഹസിക്കുന്നത്? ചെറുതോതിലൊന്നുമല്ല, രാക്ഷസന്മാരുടെ കൊലച്ചിരിക്ക് പറയുന്ന പേരാണ്. അപ്പം എങ്ങനെ സ്തോത്രം പറയണം? അതിഗംഭീരമായ ശബ്ദത്തിൽ. പള്ളിയിലെങ്ങാനും പോയൊരു സ്തോത്രം പറഞ്ഞാൽ അന്ന് നിന്റെ ഇടപാട് തീരും. സ്തോത്രം. അതുകൊണ്ട് അവിടുത്തെ കുടിശ്ശിക മുഴുവൻ പറയാൻ ദൈവം നിന്നെ കൊണ്ടുവന്ന ഇടമാണ് ദൈവത്തിന്റെ സഭ. ഈ ജനങ്ങളെന്നെ ആരെന്ന് പറയുന്നു? യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, പിന്നെന്താ ദാനിയേൽ, ഏലിയാവ്. അങ്ങനെ അതങ്ങനെ നാട്ടുകാരോട് എന്നാ പറയുന്ന അത് പലതും പറയും. യേശുവിൻ്റെ ചില നേരത്തെ സ്വഭാവം കണ്ടല്ല യെശയ്യാവ. ആളുള്ളിടത്തും പ്രസംഗിക്കും, ഇല്ലാത്തടത്തും പ്രസംഗിക്കും, എല്ലാ പ്രസംഗവും പെട്ടെന്നുള്ള ഗമനാഗമനങ്ങൾ. ഏലിയാവ. എനിക്കതൊരു കാര്യം ഈ നാട്ടുകാരോട് ചോദിച്ചാൽ സൈക്കോളജി അറിയാം. അതാ കർത്താവ് പറഞ്ഞ് ജനങ്ങളെന്നെ ആരെന്ന് പറയുന്നു. അത് ശരിയാ. നമ്മുടെ ഇടയിലൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും നാട്ടുകാർക്കറിയാം, നാട്ടുകാരുടെ കാര്യം നമുക്കും അറിയാം. അതാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഒരു പഞ്ചായത്തിൽ എത്ര പേര് ബീഡി വലിക്കുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും അറിയത്തില്ല. പക്ഷെ ആ പഞ്ചായത്തിൽ എത്ര പെന്തിക്കോസുകാർ ബീഡി വലിക്കുന്നുണ്ടെന്ന് ആ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. മനസ്സിലായോ? നമ്മുടെ കാര്യത്തിൽ നമ്മളെക്കാൾ ശ്രദ്ധ ആർക്കാ? നാട്ടുകാർക്കാന്ന് പറയാനായി പറയുന്നേ. അപ്പൊ യെശയ്യാവിൽ ആരുണ്ട്? യേശുവുണ്ട്. യിരെമ്യാവിൽ യേശുവുണ്ട്. ദാനിയേലിൽ യേശുവുണ്ട്. അങ്ങനെ പറഞ്ഞ ഒക്കെയല്ല. അച്ഛാ, മോന്റെ ജീവിതത്തിൽ ആരുണ്ട്? യേശുവുണ്ട്. അച്ഛൻ ജീവിതത്തിൽ യേശുവുണ്ട്. അതല്ലേ എങ്ങനെ ഗമയിലിരിക്കുന്നേ? അപ്പൊ നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ള നല്ല സ്വഭാവം യേശുവിൻ്റെ ഒരു സ്വോത്രം പറ. അടുത്തതിന് 2 സ്വോത്രം പറയണം കേട്ടോ. അടുത്തതിന് നമ്മളിലുള്ള സ്വഭാവം എല്ലാം ആരുടെയാ? അപ്പൊ യേശുവിൽ നമ്മളിലെല്ലാം ഉണ്ട്. അടുത്തത് നമ്മുടെ ഒരൊറ്റ സ്വഭാവം യേശുവിലില്ല. ചിരിക്കാനാ പറഞ്ഞു, അല്ലേ പറയാല്ലേ പറഞ്ഞു. അതെന്നെ കാര്യത്തറിയാമോ? അവനൊപ്പം പറയാനൊരാളില്ല. അവനെ പോലെ ആരാധ്യനായിട്ട് ആരുമില്ല. പകരം വെക്കാനില്ലാത്ത ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയല്ലാത്ത സിറോസ് കോപ്പിയല്ലാത്ത ഒരുവൻ ലോക ചരിത്രത്തിലുണ്ട്.
പണ്ടൊക്കെ ഞങ്ങളുടെ സ്വഭാവത്തിൽ എൻ്റെ അച്ഛൻ എഴുന്നേക്കുക, ഓടിച്ചെന്ന് ഭാര്യയുടെ അടുത്ത് ചെന്ന് എന്നോട് ക്ഷമിക്കടി, കർത്തൃമേശയ്ക്ക് മുമ്പാ. എന്നാ വെളിപ്പാടെന്നറിയാം, ഒരു വചനം അങ്ങോട്ട് ചെന്നപ്പം അനുതാപത്തിൻ്റെ കണ്ണുനീര് അലമാലകളൊക്കെ പൊട്ടിഞ്ഞു വരിക. ഇയാൾ നാളെ രാത്രി ഭാര്യയെ വാക്കത്തി കൊണ്ട് വിരക്കിട്ട് ഓടിച്ചതാ. അത് ആർക്കും അറിയാമേല. പുള്ളിക്കാത്ത ഇങ്ങനെ ഇരിക്കുക, എന്നെല്ലാം കാണിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാ പുള്ളി എഴുന്നേറ്റ് എന്നോട്, സ്വന്തം ഭാര്യയോട്. ഇതൊക്കെ എവിടെ നടക്കും? സഭയിൽ നടക്കും. ഇവിടെ മിണ്ടാത്ത എത്ര പേര്? ഇന്നാളെ സമയം പറയാ 3 പേര് 1.5 കൊല്ലമായി കർത്തൃമേശ എടുത്തിട്ട്. ഞാൻ പറഞ്ഞു എന്താ പുറത്താക്കാത്ത? വിശുദ്ധ ചുംബനം ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയാമല്ല. ഉണ്ടോ വിശുദ്ധ ചുംബനം? ഞാൻ കാണുന്ന വിശുദ്ധ ചുംബനം എല്ലാം കാലം കൊട ജല്ലെ തൂക്കുന്ന പോലെ. ഇതൊക്കെ കഴുത്ത് എന്തോന്ന് കൈ വിഷമിക്കുന്നു. മുട്ടിക്കങ്ങട് മുട്ടിക്ക. ഞങ്ങളുടെ തവയിലാണെങ്കിൽ അച്ചായനുണ്ട്. പുള്ളിക്കാണെങ്കിൽ ആരും പുള്ളി അടുത്തോട്ട് ഉമ്മയ്ക്കാൻ ചെല്ലുകയില്ല. തുപ്പലൊക്കെ ആവുമായിരിക്കും. എന്നെ കാണുമ്പം കൊടുക്കാനുള്ളതെല്ലാം എനിക്ക് തരും മൊത്തം. ഞാനും നാളെ ഭാഷ പറഞ്ഞു, ഭാഷ ഈ ആളുകൾ ആത്മാർത്ഥമായിട്ട് ഉമ്മ വെക്കുന്നില്ലല്ലോ, എന്നാ ചെയ്യാനാ ഭാഷ ഇത് എന്തോ. ഞാൻ പറഞ്ഞു നമുക്ക് പുതിയ കവറിനകത്തിട്ട് കൊടുത്താലോ. ഒരു എന്നാ കവർ? ആരെ വേണമെങ്കിലും ഉമ്മ വെക്കാന്നൊരു നിയമം കൊണ്ടാന്ന് പറയും. എൻ്റെ ഭാഷ എന്നാ പിന്നെ കിട്ടിയവരെ വിടത്തില്ലെന്ന്. അത് വേണ്ട. ഒരു വിശുദ്ധ ചുംബനം പോലും നമ്മൾ കാറ്റിൽ പറത്തി കാല് കഴുകിൽ അഴി ഇഷ്ടമുള്ളവരെ പോയി എന്നോ അറിയത്തില്ല. എല്ലാം കർത്താവ് വരുമ്പം പറക്കാൻ വേണ്ടിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയിൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ കേട്ടോ ദർശനവും വെളിപ്പാടും. അവർ വിദേശത്ത് പോകുമ്പോൾ കാശ് ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണെങ്കിലും ഇതൊന്ന് മാറിപ്പിടിക്കാൻ പറ്റ ആള് വേണമെന്നേ സഭയിൽ. ഈ വെളിപ്പാടും ദർശനവും സഭയിലേക്ക് വരത്തില്ലയോ? മടങ്ങി വരത്തില്ലേ? വരണം. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന അനുഭവത്തിൽ നിന്ന് പറയുന്ന ആളുകൾ ദൈവസഭയ്ക്കകത്തുണ്ടാകണമെന്ന് പറഞ്ഞു പറയിപ്പിക്കുന്ന വചനമല്ല, കാണാതെ പഠിച്ച വചനമല്ല. യേശു എന്റെ കർത്താവെന്ന് ഈ കുഞ്ഞുങ്ങൾ വിളിച്ചു പറഞ്ഞൊരു കാലത്തിലേക്ക് ദൈവസഭ വരണമെന്ന്. വെളിപ്പാട് ദർശനം. റാന്നിയില് എൻ്റെ ഒരു ഉപദേശി പോയിട്ട് വരും. അപ്പോൾ ഒരു അച്ചായൻ, ദാമാച്ചാൻ പേര്, നേരത്തെ വന്നോ? വന്ന് പ്രാർത്ഥിച്ചിട്ട് പോ. ഉപദേശി വരുന്നുണ്ട്, ചില കഞ്ഞിയും കൊടുത്ത് താമ്പൂരയും കൊടുത്തോടെ 20 രൂപ. അപ്പോൾ പറഞ്ഞ കറി വന്നിട്ടില്ല. എടി അത് രാവിലെ തെണ്ടിത്തിരിഞ്ഞ് പോയതോ, വരുന്നുണ്ട്. എവിടെ പോയതാ? അലഞ്ഞ് തിരിഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് വരുന്നുണ്ട്, നീ കൊടുത്തേരാ. ഇയാൾ തടിക്കച്ചവടക്കാരനാ. ഉപദേശം അങ്ങോട്ട് കയറി വരുമ്പോഴായി വാക്ക് അലഞ്ഞ് തിരിഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് മനസ്സ് വിഷമിച്ചു. അകത്ത് കയറി പറഞ്ഞു, തോമാച്ചാ ഞാൻ അങ്ങ് പോവുക, കുറച്ച് പറയും വീട്ടിൽ പറമ്പിൽ ഉപദേശി കഞ്ഞി കുടിച്ചിട്ട് വേണ്ടടാ. അപ്പോൾ ആദ്യം പറഞ്ഞു കറി വന്നിട്ടില്ല. ഉപദേശി അന്നൊക്കെ ഈ വീട്ടിൽ ചെന്ന ഉപദേശിമാർ ചെന്ന ഒരു പടി ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പോൾ എന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പോവാ, എന്നാ പ്രാർത്ഥിച്ചിട്ട് പോകും, ഞാനങ്ങ് പോവുക, തടി ലേലം ചെയ്യാനുണ്ട് എന്നാ പ്രാർത്ഥന. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിർത്തി. തോമാച്ചാ എന്തോ കണ്ണു തുറക്കടാ. ഒരൊറ്റമുണ്ട് കീറിയതാ. ബൈബിളിൽ സിബൊന്നുമില്ല, പഴയ ഉപദേശിയാ. പക്ഷേ പ്രാർത്ഥിക്കാൻ കണ്ണടച്ചവൻ വെളിപ്പം. നിനക്ക് 2 ചാണകക്കുഴിയുണ്ടോ? ഉണ്ട്. മുട്ടിടിക്കാൻ തുടങ്ങി. ഒന്ന് കയറി വരുമ്പം 400 മീറ്റർ അകലത്തിൽ റബ്ബർ തോട്ടത്തിനകത്ത് കാടൊക്കെ വീട് കിടക്കുന്നൊരു ചാണകക്കുഴി പുറകിലുണ്ടോടാ? മുട്ടിടിച്ചു. ഉണ്ട്. 2 ആനക്കൊമ്പ് ഞാൻ കാണുന്നുണ്ടല്ലോ അതിനകത്ത്. മുട്ടുകുത്തി. ആദ്യം മുട്ടിടിച്ചപ്പോൾ മുട്ടുകുത്തി. 50 രൂപ 500 കാണും, കഞ്ഞി ചോറായി കാണും. ഉപദേശി പറഞ്ഞു, എനിക്ക് വേണ്ട മോനെ, ഞാൻ സുവിശേഷ വിലയുന്ന ഉപദേശിയാണ്, അലഞ്ഞു തിരിയുന്നവനാ. നീ മാനസാന്തരപ്പെട്ട് അത് സ്റ്റേഷനിലെത്തിച്ചാൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നിന്നെ ജയിലിൽ വന്ന് കണ്ടോളാന്ന് പറഞ്ഞ് ഉപദേശി പ്രാർത്ഥിച്ചിട്ട് പോയി. അങ്ങനെയാണ് മക്കളെ പെന്തക്കോസ് വളർന്നത്. സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്താ എന്ന് പരിശുദ്ധ
പരിശുദ്ധാത്മാവ് ചോദിച്ചപ്പോൾ സഭായോഗം ശവസംസ്കാര ചടങ്ങായി മാറിയതാണ് അപ്പോസ്തലന്മാരുടെ ചരിത്രം. ഒന്നാമത്തെ പ്രാർത്ഥന, ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളും വെളിപ്പാടുള്ളവരാക്കി മാറ്റണമേ, ദർശനമുള്ളവരാക്കി മാറ്റണമേ, പ്രവചനമുള്ളവരാക്കി മാറ്റണമേ എന്നാണ് ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് വേണ്ടിയത്. രണ്ടാമത്തെ കാര്യം വേർപാടുള്ള പറഞ്ഞാൽ നമുക്ക് വേർപാടിനെ കുറിച്ച് പല സങ്കല്പങ്ങളാണ്. ഈ സഭ കണ്ടാൽ വേർപെട്ട സഭയെന്ന് പറയും, കാരണം മൊത്തം വെള്ളയാണ്. നമ്മുടെ വേർപാട് ഒരു ഭാഗമാണത്. ഞാനും വെള്ളയാണ്. ഈ വര കൊണ്ട് നിന്ന് പോകാതിരിക്കാനാണ് വെള്ള ഇട്ടത്. പിന്നെ ഞായറാഴ്ച വെള്ള നല്ലതല്ലയോ? നല്ലതല്ലയോ? ഇപ്പോൾ കറുത്തതൊക്കെ ഇട്ടെന്ന് കരുതിയിട്ട് ഞായറാഴ്ച ഇതൊക്കെയാണ് നല്ലത്. ഒരാൾ കറുത്തതോ ഇട്ടെന്ന് കരുതിയിട്ട് അയാളെ ക്രൂശിക്കാനൊന്നുമില്ല. എന്നെ ക്രൂശിക്കണ തന്നെ. ഈ പിള്ളേർ താണ്ടെ ചില പിള്ളേരൊക്കെ നടത്തിനെ കണ്ടപ്പം ഞാൻ പറഞ്ഞു, എടാ ഇത് പശു നക്കിയ പുല്ല് പോലെ മേലോട്ടിരിക്കുന്നല്ലോടാ. അവൻ പറഞ്ഞു, അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് പാസ്. അപ്പം ഇത് നെയ്മർ, മെസ്സി. ഞാനൊന്നും പറഞ്ഞില്ല. എന്താന്ന് വെച്ചാൽ അതിപ്പം ഞാൻ ചെറുപ്പത്തിൽ ബ്രൂസ്ലി ആയിരുന്നു. ഇങ്ങനെ കാണിക്കുമ്പം മുടി ഇവിടെ വരും. ഞാനിപ്പോൾ തല മുഴുവൻ കുലുക്കിയാലും കണ്ട നമ്മുടെ കാറ്റ് പോയി. അച്ചാലും ഞാനൊന്നും ഇനി മിണ്ടിയിട്ട് കാര്യമില്ല. മിണ്ടാതിരിക്കാന്നുള്ളത്. നമ്മളിങ്ങനെ മുമ്പിലൊക്കെ അഡ്ജസ്റ്റ് ഉള്ളതാണ്. നാളെ ബാർ ഷാപ്പ് അടിച്ചു. ഇതിങ്ങനെ കാണും. പുള്ളി പറഞ്ഞു 5-6 കൊല്ലം കൂടെ കാണും. അത് ഞാൻ ഡൊമസ്റ്റിക് എയർപോർട്ട് ആകുന്നു. നമ്മൾ ചെറുപ്പകാലത്ത് അടിച്ചു പൊളിച്ച് പിള്ളേർ പറയാ അങ്ങനെ. ഞാൻ പറയുന്നത് ഇത് ഇച്ചിരി കളർ മാറിയോ മുടി, അതിനോട് ഹൈലൈറ്റ് ചെയ്യാതെ ഞാൻ പറയുന്നത് ഹെയർ സ്റ്റൈലിനേക്കാൾ വലുതാണ് ലൈഫ്. റോൾ മോഡൽ ഒരു മെസ്സിയും ഒരു റൊണാൾഡോ ഒന്നും നമുക്ക് ജീവിതത്തിൽ അനുകരിക്കാവുന്ന കഥാപാത്രങ്ങളല്ല. ജീവിതം വെച്ച് കളിക്കാൻ പിറകെ പോകാൻ ഒറ്റ ഒരുത്തനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണെന്ന് അവനൊപ്പം പറയാൻ ഒരാളില്ല. അവനെ പോലെ ആരാധനായിട്ട് ആരുമില്ല. കൊടുക്കുന്നെങ്കിൽ ലൈഫ് കൊടുക്കണം യേശുവിന്. സ്വത്രം എന്നാ മക്കളെ വേർപാട് 28 കാര്യങ്ങളാ വേർപാട്. വെള്ളത്തുണി ഇൻ ചെയ്യാൻ പാടില്ല. പണ്ടത്തെ മീശ മാത്രം വെക്കാൻ പാടില്ല. പുകയില വെറ്റില മുറുകാൻ 28 കാര്യം. കുറേയൊക്കെ മാറി. പണ്ടൊക്കെ നമ്മുടെ ഇടയിൽ ഭയങ്കര പാപമായതൊക്കെ. ഇപ്പം അതിനൊക്കെ നമ്മൾ ലഘൂകരിച്ചാണ് കൊണ്ടു നടക്കുന്നത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. ഞാൻ പുകയില തിന്നുന്നൊക്കെ വലിയ പാപമായിരുന്നു കേട്ടോണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു പുകയില തിന്നുന്ന അപ്പച്ചനുണ്ട്. പുള്ളി പുകയില തിന്നുന്ന പലരും പറഞ്ഞാലും ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം പുള്ളി എൻ്റെ കണ്ണിൽ പെട്ടു. പുള്ളി ബസ് നോക്കി നിൽക്കുമ്പം ഞാൻ പുറകെ നിന്ന് ചെന്നു, ചായോ. പുള്ളി തിരിഞ്ഞപ്പോഴേക്കും തുപ്പാനൊത്തില്ല. പുള്ളി പറഞ്ഞു സുഖമായിരിക്കുന്നു. വീട്ടിലെല്ലാവരും 2-3 പ്രാവശ്യം. പുള്ളിയാണെങ്കിൽ കണ്ടമാനം വർത്തനം പറയുന്ന ആളാ. എന്തോ വായ ഇങ്ങനെ വീർത്ത് വരികയും ചെയ്യുന്നു. വെള്ളം ഊറി വന്നിങ്ങനെ ഡാം കണക്കെ നിറയുക. എനിക്ക് തോന്നി ഇത് പുകയിലയാ. എന്നാ ഇത് പൊട്ടിച്ചിട്ടേ ഉള്ളത്. ഞാൻ പല ചോദിച്ചപ്പോഴും പുള്ളി ശരി കുഞ്ഞാടാ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞാടാ. ഞാൻ ദൈവമേ ഒരു ചോദ്യം തരണേ ഇയാളെന്ന് പൊട്ടിക്കാൻ. അയാളാണെങ്കിൽ വണ്ടി വരണേന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, മോളുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ? എനിക്കറിയാം 35 വയസ്സുണ്ടെന്ന് പുള്ളി 300 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞേ? പുള്ളിക്ക് അങ്ങോട്ട് ആവശ്യമെന്നും ഞാൻ പറഞ്ഞു, എത്ര വയസ്സ് പറയാതിരിക്കാൻ പറ്റുമോ? പുള്ളിക്ക് സഹിയിട്ട് 35 പലവട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ വാ തുറക്കുകയും ചെറുതോണി രാമന്റെ ഷട്ടർ തുറന്നു പോലും പുകയിലെ വെള്ളം ഒന്നാതിലെ വെള്ളം. ഞാൻ പറഞ്ഞു ഇത് എന്ത് വെച്ചാൽ എപ്പോഴെപ്പോഴും കാണുമ്പോ കൊച്ചിന്റെ വയസ്സ് അത് മറന്നുപോയതുണ്ടല്ലോ. എൻ്റെ കൊച്ചല്ലല്ലോ, നിങ്ങളുടെ കൊച്ചല്ലയോ? ഇനി ഞാൻ എങ്ങനെ പോകും? ഞാനെന്നാ ചെയ്തു? നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ വലിയ ഭാവമാണ്.
പാപമാണ് മുറുകെ പറ്റുന്ന. പക്ഷെ പാപം എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? ഹമർട്ടി, അതാ ലക്ഷ്യം തെറ്റുക, ഏറുപിടിക്കുക, കുറുക്കി തെറ്റുക, കാല് വഴുതി വീഴുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. 5 അർത്ഥമാണ്. അത് വിശദീകരിക്കാൻ സമയമില്ല. കള്ള സഹോദരന്മാരിൽ നിന്ന് വേർപെടണം, പാപത്തിൽ നിന്ന് വേർപെടണം. പിന്നെ സാഹചര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട്, അതായത് വിഗ്രഹങ്ങളിൽ നിന്ന് വേർപെടണം. ഞാനതിനെ സമയത്തിൻ്റെ കുറവ് ഇങ്ങനെ പറയാം. പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഇല്ലാത്ത സ്ഥലത്ത് മര്യാദയ്ക്ക് ജീവിക്കുന്നതല്ല വേർപാട്. ധ്യാന കേന്ദ്രത്തിൽ പോകും ചില ആളുകൾ. 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പം കള്ളുകൂടി നിർത്തി, വീഡിയോയിൽ നിർത്തി, 2 കിലോ വചനോത്സവം, 1.5 കിലോ കൊന്ത ഊറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ കടയിൽ പോവും, വീഡിയോ മേടിച്ചുകൊണ്ട് വരും. ഇത് കിട്ടാനില്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കാതിരിക്കുന്നതിൻ്റെ പേരല്ല വേർപാട്. എല്ലാം കിട്ടുന്ന സ്ഥലത്ത് വേണ്ടെന്ന് വെക്കുന്നതാണ് വേർപാട്. ദാവീദ് എത്ര മനോഹരനായ ആളല്ലേ, വർഷിപ്പൊക്കെ ഉണ്ട്. സ്വന്തം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പോയി പാപം ചെയ്യുന്നു. ഒരു പഠനാർഹമായ വിഷയമാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. പണ്ട് ഇതേ ദാവീദ് ഒരുത്തൻ്റെ ശൗലിൻ്റെ അഗ്രം മുറിച്ചെടുത്തിട്ട് ഉറങ്ങാൻ പറ്റിയില്ല, പാപബോധം കൊണ്ട്. ഞാൻ അഭിഷിക്തൻ്റെ ശരീരത്തിലല്ല, തുണി മുറിച്ചെടുത്തും പറഞ്ഞ് അങ്ങനെ കരഞ്ഞ പുള്ളി എന്തെല്ലാം പാപം ചെയ്ത് നോക്കിക്കേ. കാണുന്നു, കേൾക്കുന്നു, വരുത്തുന്നു, എഴുതുന്നു, കൊല ചെയ്യുന്നു, തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. ഒരു പ്രശ്നവുമില്ല. കാലങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ ആദ്യം ഉണ്ടായ പാപത്തോടുള്ള മനോഭാവം കുറച്ച് നമ്മൾ ധാരണയിലെത്തുകയാണ്. ഈ ധാരണകൾ നമ്മെ നിത്യതയിൽ നിന്നും അകറ്റും. കർത്താവിൻ്റെ കൂടെ നടന്ന് സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ ചുംബിച്ച ശേഷം നരകത്തിലേക്ക് പോയ യൂദയെപ്പോലെ നമുക്കിടയാകരുത്. പാപത്തെ പാപമായി കാണാൻ യോസേപ്പിലേക്ക് വരാം. പുറപ്പാട് 20:15 യോസേപ്പ് ജീവിക്കുമ്പം ചെന്ന് കയറിയതല്ല, വിളിച്ചു വരുത്തിയതാ. പെങ്കൊച്ച് ഇട്ടേച്ചു പോകാൻ പറഞ്ഞ വാക്കെന്നറിയാമോ? ഞാനിത് നിന്നോട് ചെയ്താൽ യഹോവയോട് പാപം ചെയ്യുന്നു. അപ്പൊ പ്രമാണം അവിടെ ഒരാളുടെ കയ്യിൽ, ഒരാളുടെ ഹൃദയത്തിൽ. ഹൃദയത്തിലുള്ളവൻ പറയാണ്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ ന്യായ പ്രമാണങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച ആരാധന കഴിഞ്ഞ് പിന്നെ ശനി മുതൽ അടുത്ത വ്യാഴം വരെ നിങ്ങളുടെ പുറകെ നടക്കാൻ ആരുമില്ല, പാസുമില്ല. പാസവരടക്കം വിശ്വാസികളുമില്ലെങ്കിലും കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്കൊരു ഫീൽ ഉണ്ടാകണം, എനിക്ക് കർത്താവിനെ പിരിഞ്ഞ് ഒരു കാര്യവും ചെയ്യാനൊക്കത്തില്ലെന്ന് സ്വയം തീരുമാനമെടുക്കുന്നവന്റെ പേരാണ് വേർപാടുകാരൻ. 2 മാസം മുമ്പ് ഷാർജയിൽ IPC വന്ന വർഷിപ്പ് സെന്റർ വന്നപ്പം ഒരു സഹോദരി പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, മൂന്നാമതും പ്രൈസ് ലോർഡ് പാസ്റ്റേ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി, ഈ ഭാഷയ്ക്ക് മനസ്സിലായില്ലെന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ റാന്നി പോവൻമല, അയ്യോ കഴിഞ്ഞ ആഴ്ചയിൽ പെട്ടെന്നിങ്ങനെ മറന്നുപോയല്ലോ. എനിക്കും സങ്കടമായി പോയി കഴിഞ്ഞ ആഴ്ച. അതെ, അവിടെ വെച്ച് കണ്ടപ്പോൾ ഒരു കുഴപ്പമുണ്ട്. അന്ന് കമ്മലും മാല ഉണ്ടായിരുന്നു, അപ്പം ഇപ്പോഴില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അതാ എനിക്ക് മനസ്സിലാകാതെ ഒരാഴ്ചത്തെ ഗ്യാപ്പല്ലേ ഉള്ളൂ. അപ്പം പറയാം, പാസ്റ്റേ ഞാൻ പാസ്റ്ററോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. അവിടെ ചെല്ലുമ്പം ഭർത്താവിൻ്റെ വീട്ടുകാർ, എൻ്റെ വീട്ടുകാർ, അങ്ങനെ പ്രശ്നമാണ്. ഇട്ടേ പറ്റത്തുള്ളൂ. ഇവിടെ വരുമ്പം വേണ്ട. ഞാൻ എന്ത് ചെയ്യണം? എന്നോട് വല്ലവൻ്റെ ഭാര്യ എന്നോട് ഞാൻ ഈ ചോദ്യം ചോദിച്ച് പോയാൽ നമുക്ക് വീട്ടിൽ പോയി. ഇത് ഒന്നാലും പണ്ടാരോ പറഞ്ഞ ചോദ്യത്തിൻ്റെ അടിയിലൊരു കുത്തുണ്ടല്ലോ. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യാൻ? അല്ല, ഒരു തീരുമാനം പാസ് പറ. ഞാൻ പറഞ്ഞു, സൗരിക്ക് ഇപ്പം എന്തോ ചെയ്യണം? അല്ല, ഞാൻ പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. ഇവിടെ വരുമ്പോൾ ഇവിടെയും ബുദ്ധിമുട്ടിക്കാം. ഏതെങ്കിലും ഒന്നേ പറ്റത്തുള്ള സൗകര്യം. അല്ല, രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പാസ് പറ. അപ്പം ഞാൻ തമാശയ്ക്ക് പറഞ്ഞൊരു കാര്യം ചെയ്യും, 2 പേരെയും കളയാൻ പറ്റത്തില്ലെങ്കിൽ ഒരു കാതയിലിട.
അപ്പം ഒരു കളിയാക്കണം. ഞാൻ പറഞ്ഞ് കളിയാക്കിയതാണ്. അപ്പം ഞാൻ പലവട്ടം പറഞ്ഞു ഒന്നുകിലിട ഒരു പിന്നെ 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 എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഒരു പരിഹാരം എനിക്കും വേണ്ടായോ, എനിക്ക് വീട്ടിൽ പോകണ്ടായോ? ഞാൻ പറഞ്ഞു പറ്റുമോ? പറ്റത്തില്ല. എന്നാ ഇതും പറ്റത്തില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യ, ഏതെങ്കിലും ഒന്ന് ചെയ്യ. എൻ്റെ പണ്ട് അപ്പച്ചൻ്റെ വേർപാട് കഥ കേട്ടിട്ടുണ്ടോ? വേർപാട് കഥ പ്രസംഗിക്കാൻ അനൊക്കെ നല്ല ഇതാ. ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ ഒരു കുപ്പി വെളിച്ചെണ്ണ കൊണ്ട് വെച്ചിട്ട് അപ്പച്ചൻ പറഞ്ഞു, മക്കളെ ഇതാണ് വേർപാട്. കേട്ടിട്ടുണ്ടോ? തേങ്ങാ വെളിച്ചെണ്ണ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെപ്പോലെ കേട്ടാലും ഓർമ്മശക്തി ഇല്ലാത്തവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് കഥ, അപ്പച്ചൻ്റെ കഥ. ശശി തേങ്ങ വെട്ടാൻ വരുന്നു. ഡാ മൂത്തോന്ന് നോക്കിയേച്ച് വെട്ടേച്ചാൽ മതി കേട്ടോ. ഓ, തളപ്പിട്ട് വലിഞ്ഞു കയറി വാക്കത്തിയുടെ മാട് കൊണ്ട് ഇങ്ങനെ വെട്ടിച്ചു പറഞ്ഞു, 2 കൊല മൂത്തു ഇട്ടോ. 2 കൊല നേരെ താഴോട്ട്. ഈ 2 കൊലയ്ക്ക് ഇനി ഒരിക്കലും മറ്റ് 10 കൊലയുടെ കൂടെ പോയി നിൽക്കാൻ ഒക്കുകയില്ല. അതിൻ്റെ പേരാ വേർപാട്. ഇതിനകത്ത് 45 തേങ്ങയുണ്ട്. ഇടാ ഒരു 3-4 കറിക്ക് അടുക്കളയിലോട്ട് എടുത്തോളം കേട്ടോ. ആ തൊപ്പി അടക്കം അവന് 3-4 അടുക്കളയിലോട്ട്. ഈ 5 തേങ്ങയ്ക്ക് ഇനി ആ 38 കൂടെ പോയി കയറാൻ ഒക്കുകയില്ല. ഒരു തൊപ്പി ഇരിക്കുന്നു, ഒറ്റ കൊത്തിന് അവനെ എടുത്തു കളഞ്ഞു. ഈ തൊപ്പിക്കിനി അതിൻ്റെ അടുത്ത് പോയി ഇരിക്കാനും പറ്റത്തില്ല. എന്നെ വിചാരിച്ചാലും ഒക്കത്തില്ല. സെല്ലിട്ട് പോയി ഇടിച്ചാലൊന്നും പറ്റത്തില്ല. ഈ തേങ്ങയെ പിന്നെന്താ ചകിരിയാക്കി ആലപ്പുഴ കയർ ഫാക്ടറിയിലേക്ക് ഒറ്റ ഏറ്. ആ ചകിരിക്കിനി ഒരിക്കലും ഇതിനെ പൊതിയാനൊക്കുകയില്ല. ഇങ്ങനെയൊക്കെ വന്നാലും തേങ്ങ തനിസ്വരൂപത്തിൽ വന്നെങ്കിലും ഇപ്പോഴൊരു കുടുമി നിൽക്കുന്നുണ്ട്. കുടുമി അങ്ങനെ ചില പെന്തിക്കോസിൽ വന്നാലും കുടുമി മുറിച്ചിട്ടില്ല ഇതുവരെ. ഞാനതിട്ടിരിക്കുന്ന പേര് മുറിച്ച് കളയണോ പറിച്ച് കളയണോ എന്നാ. ഒരു പ്രസംഗം ഉണ്ട് എൻ്റെ, അങ്ങനെ യൂട്യൂബിൽ വന്നിട്ടില്ല, വരും ചിലപ്പോൾ. മുറിച്ച് കളക, പറിച്ച് കളക. നമ്മുടെ മിക്കവാറും ആളുകൾ മുറിച്ചാ കളഞ്ഞിരിക്കുന്നത്. മുടി എന്ത് ചെയ്യും? മുറിക്കും. സൗകര്യം പോലെ വളർത്താമല്ലോ, അങ്ങനല്ലേ? പുല്ല് മുറ്റത്ത് മുറിച്ചാൽ പിന്നെ വളരും, പറിച്ചാലോ? നമ്മളൊക്കെ മിക്കവാറും ആളുകൾ മുറിച്ചവരാ. സമയം വരുമ്പോൾ അവനെ പുറത്തെടുക്കാനായി മുറിച്ച് വെച്ചേക്കണേ. ഇന്ന് പകലെങ്കിലും ഒന്ന് പറിച്ചേക്കണം. പത്രോസ് മുറിച്ചതാ, പൗലോസ് പറിച്ചതാ. അത്രയും പറഞ്ഞു. ഞാൻ വിശുദ്ധീകരിച്ചത് നീ എന്തിനാ അശുദ്ധമായിട്ടുണ്ടെന്നു? അവൻ പറഞ്ഞു പറ്റത്തില്ല, അവൻ മുറിച്ചേക്കുക. പൗലോസ് പറഞ്ഞു ഞാൻ അതിനെ പിൻപിലെറിഞ്ഞു. ഓഹോ പ്രിയപ്പെട്ടവരെ, വളിച്ചോ പുളിച്ചോ നോക്കും. തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലം ബാങ്കല്ല, ഫ്രിഡ്ജുമല്ല, വേസ്റ്റ് ബോക്സാണ്. അവിടെ ഇട്ടാൽ നമ്മൾ നോക്കുന്ന പ്രശ്നമില്ല. പൗലോസ് തന്റെ മുഴുവൻ സ്വത്തും എല്ലാം എറിഞ്ഞത് ഫ്രിഡ്ജിലും ബാങ്കിലുമല്ല, വേസ്റ്റ് ബോക്സിലാ. വചനം പിൻപിലുള്ളതിനെ മറന്നു. മറക്കണമെങ്കിൽ തിരിഞ്ഞു നോക്കാൻ ഇടയില്ലാത്ത സ്ഥലത്തേക്ക് അത് എറിയണം. അങ്ങനെ എറിഞ്ഞ ഭക്തന്മാർക്കായി ഇന്ന് പകൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കുടുമി ചതച്ചെറിഞ്ഞു കളഞ്ഞു. അത് എറിഞ്ഞു കളഞ്ഞപ്പോഴാ തേങ്ങയ്ക്ക് 3 കണ്ണുണ്ടെന്ന് പോലും മനസ്സിലായത്. നമ്മുടെയൊക്കെ കണ്ണ് തെളിയാത്തതിന്റെ കാര്യം ഈ കുടുമിയാണെന്നേ. അതിനെ മാട് കൊണ്ട് ചതച്ചെറിയ. അമ്മാനമായിട്ടെന്ന പോലെ ആട്ടിച്ചൊരൊറ്റ വെട്ട്, 2 കഷ്ണം. ഈ 2 പീസിനും 10 ജന്മം ജനിച്ചാൽ ഇനി ഒന്നിക്കാനൊക്കെയില്ല. വേർപെട്ടപ്പോഴേ വെള്ളം താഴോട്ട് ഊർന്നു പോയി. ആ ഒറിജിനൽ കരിക്കിൻ്റെ വെള്ളം ഇനി അതിനകത്ത് കയറാനൊക്കത്തില്ല. പാരമ്പര്യം പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചിരട്ടയിൽ നിന്നും അടർത്തിയെടുത്ത് പരിപ്പ് പല കഷണങ്ങളായി മുറിച്ച വെയിലത്ത് വെച്ചു. ആ കഷണങ്ങൾക്ക് ഇനി ഒന്നിക്കാനൊക്കുകയില്ല. മില്ലിൽ ആട്ടുന്ന സ്ഥലത്തോട്ട് പോയി നോക്ക്. ഇവനങ്ങോട്ട് കിടന്നിങ്ങനെ കറങ്ങുക. രൂപാന്തരം കഴിഞ്ഞിട്ടില്ല.
കാലങ്ങളായി നമ്മെ കറക്കി കറക്കി കറക്കി, എന്നെയൊക്കെ 45 കൊല്ലമായി തമ്പുരാൻ ഇങ്ങനെ ഉരുക്കിയെടുത്ത് പണിതുകൊണ്ടിരിക്കുകയാണെന്ന്. ഉരുക്കുമ്പോഴും നിന്നെ ഉയർത്താൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ ഉള്ള മനസ്സിലാകും. അടുത്തത് ഈ സംഭവം നേരെ യൂസഫലിച്ചാൻ്റെ മാർക്കറ്റിൽ ചെന്നു, ലുലു മാളിൽ ചെന്നു. നമ്മുടെ നാട്ടിൽ വന്നാലേ ശരിയാവുള്ളൂ, ഇവിടെ എല്ലാം പുതിയ കവറാണ്. നാട്ടിൽ ചെല്ലുമ്പം ഈ വെളിച്ചെണ്ണ എവിടെ ഇരിക്കുന്നു? അകത്ത് നല്ല സ്റ്റൈലായിട്ട്. വെളിച്ചെണ്ണയ്ക്ക് എന്താ വില? കല്യാണം പോലും 5 പവനും 5 കിലോ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. നല്ല വാട്സാപ്പിൽ ഒന്ന് സ്ഥലക്കച്ചവടം, അഡ്വാൻസ് 3 ലിറ്റർ വെളിച്ചെണ്ണ. ഇവൻ നല്ല സ്റ്റൈലിരിക്കുക. കൊപ്രയോ ഒരു ചാക്കിനകത്ത് മൂടും തുറന്നു എല്ലാം പിടി കിട്ടിയോ? 2 ഒരു കുടുംബത്തിലാച്ചാ, ഒന്ന് പശുവിനും ഒന്ന് മനുഷ്യർക്കും. ഈ കൊപ്രയ്ക്ക് ഇനി വെളിച്ചെണ്ണയാകാനോ വെളിച്ചെണ്ണയ്ക്ക് കൊപ്ര കയറാനോ ഒക്കത്തില്ലെന്നേ. ആ വെളിച്ചെണ്ണ കൊണ്ടുവന്നത് എങ്ങനെയിട്ട് വെച്ച പറയാണ്, ഇതാണ് മക്കളെ വേർപാട്, ഇതാണ് മക്കളെ വേർപാട്. കാലം എത്ര കഴിഞ്ഞാലും, പ്രൊസീജിയർ എത്ര കഴിഞ്ഞാലും, എത്ര കൊല്ലം കഴിഞ്ഞാലും വന്നതിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തൊരു മനസ്സുണ്ടല്ലോ, ഒരു വചനമുണ്ടല്ലോ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്ന ആര്? കട്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഇപ്പോൾ ഉള്ളത് വരുവാൻ ഉള്ളത് ഉയരത്തിന് ആഴത്തിന് മരണത്തിന് ദൂതന്മാർക്കൊന്നും എന്നെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരല്പസമയം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഫൈനൽ സഭയിൽ നമ്മൾ ആരായിരിക്കണം? ദർശനമുള്ളവരും വെളിപ്പാടുള്ളവരായിരിക്കണം. 2 മതിൽ. മതില് നമ്മുടെ നാട്ടിൽ, ഇവിടെ മതിലൊന്നുമില്ല. മതിലെന്തോരം പൊക്കണം? തോളറ്റ്. അതെന്നാ കാര്യം? അതിലെ പോകുന്നവരെ കാണണമെന്നാ. ചമ്മണിയേ എവിടെ പോവുകയാടി? മാർക്കറ്റിൽ. എന്തോ മേടിക്കാൻ? മീൻ മേടിക്കാൻ. പോയി വരുമ്പം പറയണേ, അത് വരുന്നു, അമ്മാമ്മയോ എന്തോ പറ്റി? മീൻ മേടിച്ചു. മത്തിയാന്നോ പിന്നെ അയിലയാന്നോ? കൊള്ളാം, 2 തരട്ടെ, കാശുവിന്. വർത്താനം പറയണേ നാട്ടുകാരൊക്കെ ആയിട്ട്. ബന്ധങ്ങൾ വേണമെന്നേ. രക്ഷിക്കപ്പെട്ടെന്നും പറഞ്ഞ് നാട്ടുകാരും ആര് താമസിക്കുമെന്നല്ലേ വേർപാട്. പക്ഷെ ഒരു കാര്യം ഓർത്തോളണം, കൊച്ചമ്മണിയുടെ അടുത്ത് എന്നിങ്ങനെ വർത്തമാനം പറയുമ്പം തലകൾ തമ്മിലേ ബന്ധമുള്ളൂ. അവളുടെ കാൽ ചവിട്ടി നിൽക്കുന്ന പാതയിലല്ല എൻ്റെ കാൽ. ഇടയ്ക്കൊരു മതിലുണ്ടെന്ന്. എന്നാ വർത്തമാനം പറഞ്ഞാലും നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ, നിന്റെ വിചാരങ്ങളെ എൻ്റെ വിചാരത കൊണ്ട്. ഒരുമിച്ച് ജോലി ചെയ്താലും ഒരുമിച്ച് വണ്ടി, രക്ഷിക്കപ്പെട്ടവരും പെടാത്തവരും തമ്മിൽ ഒരു വേർപാടുണ്ടെന്ന്. ആ വേർപാടിന്റെ മനോഹരമായ ചിത്രമാ. സാക്ഷാൽ വിധവമാരെ പോയി കാണണം. അടുത്തതാ വേർപാട്. ലോകത്താലുള്ള കളങ്കം പറ്റരുത്. നമ്മൾ പറയും വള്ളം വെള്ളത്തിൽ, വെള്ളം വെള്ളത്തിൽ, അതൊക്കെ വേർപാട്. സ്തോത്രം. 3-ാമത്തെ ഭാഗത്തേക്ക് വരും. അതുകൊണ്ട് മതിൽ കണ്ടമാനം കെട്ടി പൊക്കരുത്. ചില വീട്ടുകാർ മതിൽ കിട്ടുന്ന കണ്ടിട്ടുണ്ടോ? അത് ഇതുപോലെ 5 ആളി പൊക്കമാ. മതിൽ കെട്ടിപ്പൊക്കുന്ന എവിടാ? 1 സെൻട്രൽ ജയിൽ, 2 ലേഡീസ് ഹോസ്റ്റൽ. എന്തിനാ? 1 അവിടുന്ന് ഇങ്ങോട്ട് ചാടാതിരിക്കാൻ, ഇത് ഇവിടുന്ന് അങ്ങോട്ടും ചാടാതിരിക്കാൻ. അപ്പൊ അനധികൃതമായി ഒരു മനുഷ്യനുമായി ബന്ധപ്പെടാതെ വീടിനേക്കാൾ പൊക്കത്തിൽ മതിൽ കിട്ടുമ്പോൾ സൂക്ഷിക്കണം. ഇവൻ മറ്റേ സ്ഥലത്തെ കിടക്കേണ്ട പുള്ളിയാ. എന്തൊക്കെയോ കാര്യങ്ങൾ കാണും. അതാണ് ചിന്തിക്കേണ്ടത്. നാടുമായിട്ട് നടന്നു ജീവിക്കാൻ പറ്റത്തില്ലെന്നേ. 3-ാമത്തെ കാര്യം, ദൈവസഭയിൽ ആരായിരിക്കണം വരേണ്ടത്? സത്യത്തിൻ്റെ തൂണ്. എന്തോ തൂണാ? പാസ്റ്റർ പറഞ്ഞതല്ലേ, സങ്കീർത്തനം കണക്ട് ചെയ്താണല്ലേ, നേരുള്ളവരായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. തൂണ്.
ഈ ബിൽഡിങ്ങിൽ, നമ്മുടെ വീട്ടിലൊക്കെ ഏത് ബിൽഡിങ്ങിലും ആദ്യം വരുന്ന സാധനത്തിൻ്റെ പേരാണ് തൂണ്. ഞങ്ങളുടെ അകപ്പയിലൊരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നു. 10-80 ലക്ഷം രൂപയുടെ പണിയാണ്. നല്ലൊരു ശതമാനം പൈസ കൊടുത്തിട്ട് ഞാൻ എപ്പം ചെന്ന് നോക്കുമ്പോൾ 4 തൂണ് കാണാം. ഞാൻ ആ ജോസഫ് ചോദിച്ചാൽ ഈ കാശെല്ലാം കൂടെ പുള്ളി പറഞ്ഞു താണ്ട നിൽക്കുന്നു പോലെ. നമുക്കൊരു തൃപ്തി വന്നെങ്കിൽ ഈ ഭിത്തിയും ജനലും പിന്നെ അതും ഇതൊക്കെ എങ്ങനെ വരണം. നമുക്ക് ഇപ്പം ഈ ചർച്ചിലേക്ക് നോക്കി ഏതാ കളർഫുൾ? നിങ്ങൾ പറ, ഈ ഇതല്ലേ കളർഫുള്ള്? കാർപ്പറ്റ്, കണ്ട പൂച്ചട്ടി, ചിലപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റിക് ഒക്കെ ആയിരിക്കും. പ്ലാസ്റ്റിക്കാന്ന് തോന്നുന്നില്ലയോ? ആ, ഈ പുള്ളി ഇങ്ങനെ നിൽക്കുക. ഇവിടുത്തെ അട്രാക്ഷൻ ഏതിനാ? യുവമാർക്കാ. യുവമാരാണ് അവസാനം വന്നത്. ഒരു മോഡിഫിക്കേഷൻ വേണ്ടി ഇവനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്ന സാധനമാണ്. വെച്ചപ്പോൾ വല്ലവരെയും വിട്ടൊക്കെയായിരിക്കും. ഇത് ഇവിടുത്തെ അവരാണ് ഇപ്പം മാനവും മഹത്വവും കൊണ്ടുപോകുന്ന ആരാ? ഈ പുള്ളികളാ. അതെ, ഉണ്ടായ കാലം മുതലേ നിൽക്കുന്നൊരു പുള്ളിയാ. ഇവൻ സഹിച്ച സഹനം ഈ ബിൽഡിങ് മുഴുവൻ ഇവന്റെ തോളയിലാ. കേട്ടോ? ഇവനെ ഇന്ന് വരെ ആരും ഫുൾപിറ്റിലേക്ക് വിളിച്ചിട്ടില്ല, പ്രസംഗിക്കാൻ സമയം കൊടുത്തിട്ടില്ല, പാട്ട് പാടാനില്ല, കൊയറിലില്ല, കയറിലില്ല, ഒരു സ്ഥലത്തും ഇല്ല പുള്ളി. ഈ പുള്ളിനെ ഇടയ്ക്ക് കൊണ്ടുപോയി വേറെ ചെടിയൊക്കെ കൊണ്ടുവെക്കും, കട്ടനൊക്കെ കൊണ്ട് കഴുകി കൊണ്ടുവരും. ഈ പുള്ളി ആരും നോക്കാനില്ല. പുള്ളി നിശബ്ദ സേവനമാണ്. എൻ്റെ ദൈവമക്കളെ ഞാൻ ഓർത്തോളണം, എന്നെ സഭയിൽ ആരും പരിഗണിച്ചില്ല, എന്നെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല, എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചില്ല. ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങളെ ദൈവം തൂണാക്കി വിളിച്ചത്. ഇവിടുത്തെ ഫാനിന്റെ ഇളം കാറ്റിൽ കർട്ടൻ ഇളകിയാടും. ഇവിടുത്തെ കൊടുങ്കാറ്റിലും ഇവൻ പിടിച്ചു നിൽക്കും. നിങ്ങൾക്ക് ആരാകണം സഭയിൽ? എന്തെങ്കിലും കൊതി നുണയും പറയുമ്പോഴേക്ക് വിട്ടേച്ച് പോകുന്ന വെറും കർട്ടൻ പോലല്ല. എന്ത് വന്നാലും ദൈവ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പൂടാക്കി നിർത്തണമേ എന്നാരും പ്രാർത്ഥിക്കും ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ. ചില റബ്ബർ തോട്ടത്തിലൊക്കെ വെച്ചാൽ വീട് പൊളിഞ്ഞ് 10-30 കൊല്ലമായി വീട് പൊളിഞ്ഞു. ആദ്യം എന്തോ പൊളിക്കുന്നേ? മേൽക്കൂര പൊളിഞ്ഞു. അങ്ങനെ പൊളിഞ്ഞ് ഭിത്തിയൊക്കെ ഇടിഞ്ഞ് ആടി അവസാനം ആരുണ്ടാവും? കാട്ടുവള്ളി കയറിയാലും തൂണുണ്ടാവും. എത്ര പേർക്ക് പറയാൻ പറ്റും? എന്നെ ചവിട്ടി പുറത്താക്കിയാലും ഇത് എൻ്റെ സഭയാ, ഞാൻ എൻ്റെ സഭയിൽ നിൽക്കും, ഞാൻ ഇവിടെ നിൽക്കും, ഞാൻ ചുമല് കൊടുത്ത് നിൽക്കും എന്ന് പറയാൻ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ? ഞാനൊരു ചിന്തയോടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. സമയമുണ്ടോ? ഓക്കെ, എന്നാ പിന്നെ സ്വത്രം. ചിലര് സഭ അവരെ ചുമക്കണം. ചിലരെ നിങ്ങൾ പഠിച്ചോളണം, സഭ വിശ്വാസിനെ അല്ല ചുമക്കുന്നത്, വിശ്വാസി സഭയാണ് ചുമക്കുന്നത്. ഒക്കെ പഠിക്കണം. ഞങ്ങളുടെ മൂവാറ്റുപുഴ മാറുകയിൽ പണ്ട് പള്ളി പണിയാൻ അച്ഛൻ ഈ കള്ളൂടിയന്മാരും വാറ്റുകാരായും കുടിക്കുന്നതായ ആളുകളൊക്കെ പണ്ടൊക്കെ കഴ വെട്ടിക്കൊണ്ടുവന്ന് പള്ളി പണിയുന്നത്. അപ്പോൾ കുറച്ച് പാറിയിടാം അപ്പുറത്തെ തോട്ടത്തിൽ നിന്ന് വനത്തിൽ നിന്ന് കഴ വെട്ടിക്കൊണ്ടുവരും രാത്രി. അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ പള്ളിയല്ലയോ. യുവമാര് 10 കള്ളും കുടിച്ച് വാറ്റുകാരായും കുടിച്ച്. ഒരുത്തൻ സൂത്രശാലിയാണ്. അവന് രാത്രി ചിന്തിച്ചു, ഇവിടെ ഇറങ്ങുമ്പം എവിടെ ആയിരിക്കും ഭാരം? മുമ്പിൽ. അപ്പം ഞാൻ മുമ്പിൽ നിൽക്കുന്നില്ല. പാതിരാത്രിയാണ്. 2-3 കണ്ടത്തിലൂടെ പാടത്തോട് നടന്ന് കയറ്റം കയറണം. അപ്പോഴാണ് പള്ളി കോമ്പൗണ്ട്. അപ്പോൾ ഭാരം എവിടെ ആയിരിക്കും? ഞാൻ പുറകിൽ നിൽക്കുന്നില്ല. ചിലങ്ങനെ സഭയിൽ മുമ്പിലും ഇല്ല. പിന്നെ ഇപ്പം എവിടാ? നടുക്കാനേ കുഴപ്പമില്ല, പക്ഷെ അടുത്ത ഉടായ്പ് കണ്ടോളണം. ഇവൻ നടുക്ക് നിൽക്കുക, എല്ലാം കൊയാന്ന് പറഞ്ഞിങ്ങനെ പോവുക കള്ളം കുടിച്ച്. നേരം വെളുത്ത അച്ഛൻ ചെന്നിക്കുമ്പോൾ 10 കിടക്കുക. ഒരുത്തിന് കൂലി കൊടുത്തില്ല. അവൻ ചൂടായി. അതൊരു അച്ഛനല്ലേ പണി. അച്ഛൻ പറഞ്ഞു, നീ പണിയെടുത്തില്ല. അച്ഛനാണോ തീരുമാനിക്കുന്നത് ഞങ്ങൾ രാത്രി പണിയെടുത്തില്ല? അച്ഛൻ കണ്ണു തുറന്നിരിക്കുക, അച്ഛൻ കൂർക്കം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണ്ടേ, ഈ അച്ഛന്മാരെയും പാസ്റ്റർമാരെയും ഒന്നും കളിപ്പിക്കാൻ ഒക്കുകയില്ല. അവർ ഈ തവളയെ പിടിക്കാൻ ഇറങ്ങിയേക്കണതല്ല, മനുഷ്യ പിടിക്കാൻ ഇറങ്ങിയേക്കണതാ. അത് പറ്റിക്കാൻ ഒക്കുകയില്ല.
ഞാൻ തമാശക്ക് പറയും, നിങ്ങളെ പറ്റിച്ചാൽ ഞങ്ങൾ ജീവിക്കുന്നത്, പിന്നെ ഞങ്ങളെ പറ്റിക്കാവുന്ന തമാശ അത് നടക്കുന്നത്. അതിന്റെ സർക്കസുകാരൻ പറയാം, ഈ നാരങ്ങയുടെ തൊണ്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട സഹോദരേ വാചകമാണല്ലോ, ഒരു തുള്ളി എടുക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. പുള്ളി പിഴിഞ്ഞ് ഉണക്കി വെച്ചേക്കുക. എന്താ, ഒരു തുള്ളി എടുക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. എത്ര വരും? 1000 രൂപ തരും. നിങ്ങൾ തരാൻ പറയും. അയാൾ 4 തുള്ളി എടുത്തു. അപ്പൊ സർക്കസുകാരൻ പുള്ളി ചോദിച്ചു, സഭയുടെ ട്രസ്റ്റി ആണോ എന്ന് ചോദിച്ചു. സഭയുടെ പുള്ളിക്ക് മാത്രമേ ഇത്രയും പിഴിയാനുള്ള. സർക്കസുകാരന് പോലും അറിയാം നമ്മുടെ ട്രസ്റ്റിയുടെ വില എന്താണെന്ന്. അറിയാമോ? നമ്മളൊന്നും പറ്റിക്കാറൊക്കെ പറ്റില്ല. പണ്ടൊരു വാസ് എഴുന്നേറ്റ് പ്രസംഗിക്കുമ്പോൾ ഷുഗറോ പ്രശ്നമാണ്, ആ വീണു. ആൾക്കാർ ചോദിച്ചു, എൻ്റെ പൊന്നോ ഇനിയിപ്പോൾ ഇങ്ങനെ എങ്ങനെ പ്രസംഗിക്കുക, ആൾക്കാരുടെ മുമ്പിൽ നിന്ന് നാണക്കേടായില്ലേ, ഷെയിമായില്ലേ? പാസ്റ്റർക്കെന്നെ ഷെയിം. പാസ്റ്റർ പറഞ്ഞു, ഞാൻ വീണതും എഴുന്നേറ്റതും നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് സഭ വീഴുന്നതും എഴുന്നേക്കുന്നത്. ഇങ്ങനെയാണ് സഭയുടെ വീഴ്ചയും ഉയർച്ചയും ഇതുപോലെ ഇരിക്കുമെന്ന് എന്താ പറയാ? നമ്മളെ പറ്റിക്കാനൊക്കെ അച്ഛൻ പറഞ്ഞു, ഏടാ നിനക്ക് ഊലിയില്ല. എന്നാ കാര്യം? നിന്റെ കാല് ചെളിയില്ല, നിന്റെ കാല് ചെളിയില്ല. എന്നാന്നറിയാമോ? ഇവന് ഇറങ്ങിയപ്പോൾ നടുക്കല്ലേ നിൽക്കുന്നേ. ഇറങ്ങിയപ്പം മുൻഭാരമില്ല, അല്ലേലിയ നീങ്ങിപ്പോയി പോവുക. കയറ്റം കയറിയപ്പോഴും നീങ്ങിപ്പോയി. ഇങ്ങനെ പാടത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒന്നാമത്തം പറഞ്ഞു, മുട്ടറ്റം ചെളിയാണേ, സൂക്ഷിച്ചോളാൻ പറഞ്ഞു. തലേ രാത്രി ഉഴുതു മറിച്ച് പിറ്റേ ദിവസം ഞാറ് തടാനുള്ള കണ്ടമാ. ഇവൻ ചവിട്ടിയപ്പോഴേ 9 പറഞ്ഞു മുട്ടറ്റം ചെളിയാന്ന് പറഞ്ഞു. അപ്പം അവന്മാർ ഓ ശരിയാ സൂക്ഷിച്ചോളാൻ പറഞ്ഞ ഇറങ്ങുന്നൊക്കെ. ഇവൻ നോക്കിയപ്പോൾ പാതിരാത്രിയല്ലേ, ഇതൊക്കെ കള്ളും കുടിച്ച് കിടക്കുക. എന്തിനാ വെറുതെ എൻ്റെ കാലയിൽ എന്നെ ഞാനത് ചിലപ്പോഴൊക്കെ തൂണാക്കി നിർത്തേണമേ, എന്നെ തൂണാക്കി നിർത്തേണമേ എന്നൊക്കെ ഞാൻ പാടാറുണ്ട്. ഞാൻ ഒരു പ്രാർത്ഥന ഉയരണം. കർത്താവേ, നോട്ടീസിൽ എൻ്റെ പേര് വയ്ക്കാറില്ല, എന്നോടൊരു കാര്യം ചോദിക്കാറുമില്ല, എന്നെ ആരും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. അവർ കമ്മിറ്റിയിലുമില്ല, ഒരു സ്ഥലത്തുമില്ല, അവരെ ആർക്കും വേണ്ട. സത്യം പറഞ്ഞ വീട്ടുകാർക്കും വേണ്ട, സഭക്കാർക്കും വേണ്ട. പക്ഷെ ഒരു കാര്യം ഓർത്തോളണം, ഞായറാഴ്ച ഹൗസ്ഫുള്ളായിരിക്കുന്ന ഈ സഭയുടെ അംഗബലം കൊണ്ടല്ല സഭ പോകുന്നത്, മറിച്ച് സഭയെ ഉന്നം വെച്ച് വരുന്ന വൈരിയുടെ അമ്പുകളെ തടഞ്ഞു നിർത്തുന്നൊരു വെള്ളിയാഴ്ച പ്രാർത്ഥനക്കാരുണ്ട്. സഭയ്ക്ക് വേണ്ടി മുട്ടുമടക്കുന്നവരുണ്ടെന്ന്, സഭയ്ക്ക് വേണ്ടി ജാഗരിക്കുന്നവരുണ്ടെന്ന്. അവരാണ് മക്കളെ ഈശാന മൂലനെ പിടിച്ചു നിർത്തുന്നത് എന്ന് ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കണമല്ലോ. വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിക്കുമ്പം എണ്ണിക്കൂടാത്ത പുരുഷാരം കയ്യിൽ കുരുത്തോലയുമായിട്ടാണ് പോകുന്നില്ലേ മക്കളെ? അത് തൂണാണോ? അത്രയും ഇല്ല. അതാ രസം. തൊട്ട് മുൻപ് ഓർമ്മയുണ്ടോ? 120 പേര് തൂണാണോ? അല്ലെന്നേ. എന്ത് അത്ഭുതം വെച്ചാ പാസ്റ്റല്ലേ. പോട്ടെ, 70 പേര് പോയിട്ട് ഭൂതങ്ങളെ പുറത്താക്കി കൊണ്ടുവന്നില്ലയോ? ഈ ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരമൊക്കെ കിട്ടി. 70 പേര് തൂണാണോ? അല്ലെന്നേ. ഫൈനൽ കൂടെ നടന്ന് ഉണ്ടുറങ്ങിയ സന്തത സഹചാരികൾ 12 എണ്ണം തൂണാണോ? അല്ല. അയ്യോ, അതെന്നെ ഞെട്ടിച്ചു കളഞ്ഞു. പിന്നെ ആരാ തൂണ്? ഗലാത്യ ലേഖനമില്ലേ? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. തൂണുകളായി എണ്ണപ്പെട്ട എത്ര പേരേ ഉള്ളൂ? അവരാ നെഞ്ചും നെറ്റിയും കൊടുത്തത്. ഒരാളെ വാളുകൊണ്ട് കൊന്നു, ഒരാൾ തലകീഴായി, ഒരാൾ പത്മോസിൽ. അവരുടെ ചരിത്രമാണ് ദൈവസഭയുടെ ചരിത്രം. എന്ത് വന്നാലും ഈ പാത വിട്ട് പോകത്തില്ലെന്ന് പറയുന്ന ആ ചരിത്രം അവരുടെയാണെന്ന്. ഇന്നത്തെ ഈ പ്രസംഗം അവസാനിക്കുമ്പോൾ ക്രൂശിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരാൾ വന്നേച്ചും പറയാം, നീ ക്രിസ്തുവാണോ?
ആണെങ്കിൽ ഇറങ്ങി വരാം. ഇതാ 3.5 കൊല്ലം പയറ് കണക്കെ പാലസ്തീനിൽ നടന്നപ്പം ഈ ഞാഞ്ഞൂൽ എവിടെ ആയിരുന്നു? യേശു ലോകത്തെ വെല്ലുവിളിച്ചു, നിങ്ങളിലാർ പാപത്തെക്കുറിച്ച് എന്നെ. അപ്പം ഇവനൊന്നും കണ്ടില്ല. ഇവൻ നോക്കിയപ്പോൾ ഇപ്പം അപ്പമില്ല കയ്യിൽ, അത്ഭുതമൊന്നുമില്ല. 6 ഇഞ്ച് നീളമുള്ള 3 കാരിരും പാണികളിൽ കുടുങ്ങിക്കിടക്കുക. ഈ പുള്ളി ഇനി വരികയില്ല. ഞാഞ്ഞൂലിലും സീൽക്കാരം അമാവാസി ദിവസം പോലെ. അന്നേരമാണ് പുള്ളി വന്നിച്ച് പറഞ്ഞത്, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഇറങ്ങി വാ. ഇറങ്ങി വരില്ല മോനെ. 3 കാരിരും പാണി തകർക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, ആണി നിനക്ക് വേണ്ടിയിട്ടും കൂടെ ഉള്ളത്. ഇറങ്ങി വരില്ല. മരിച്ച് 3 ദിവസം കഴിഞ്ഞ യേശുക്രിസ്തുവിന് റോമൻ ഗവൺമെന്റ് ഇമ്പീരിയൻ മുദ്രയെ തകർത്ത് 16 പേരടങ്ങുന്ന കാലുകൂട്ടത്തെ പൊട്ടിച്ചു പുറത്തു വരാൻ ആ മൃതശരീരത്തിന് പോലും കഴിയും. പിന്നെ ആണോ ജീവിച്ചിരിക്കുന്ന കർത്താവ്? വരില്ല. കാരണം ക്രൂശിന്റെ മഹത്വം എന്ന് പറയുന്ന വെല്ലുവിളികൾ ഉള്ളതാണ് പ്രിയപ്പെട്ടവരെ. വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രൂശിക്കപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയണം. ഒരു വെല്ലുവിളിയും ഇല്ലെങ്കിൽ നിങ്ങൾ ക്രൂശിൽ അല്ല എന്നാണ് തിരിച്ചറിയേണ്ടത്. ഇന്ന് പകൽ കർത്താവിന്റെ മേശയിലേക്ക് വരുമ്പം, കർത്താവേ നിനക്ക് വേണമെങ്കിൽ ഇറങ്ങി വരായിരുന്നു, വന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. എന്ത് വെല്ലുവിളി ഉണ്ടായാലും ഈ തൂണെന്ന സ്ഥാനത്ത് ഞാൻ മാറില്ല. ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകളെ അടച്ചാട്ട്. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം കണ്ണുനീർ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം ഒരു സമർപ്പണം. എന്താ സമർപ്പണം എന്നറിയാം? യാന്ത്രികമായിട്ടൊന്നും വേണ്ട, മനസ്സുണ്ടെങ്കിൽ. എന്താ സമർപ്പിക്കേണ്ടത്? കർത്താവേ, ഞാൻ ഈ സഭയിലേക്ക് വന്നു. വലിയ പള്ളിയൊന്നുമല്ല, ഒരു ആർച്ച് ബിഷപ്പോ തിരുമേനിയോ ഒന്നുമല്ല. ഇവിടെ ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ ഞാൻ ദൈവസഭയിലാണ് നിൽക്കുന്നത്. ഞാൻ വന്നത് വെളിപ്പാടിന് വേണ്ടിയാണ്. ദർശനം കിട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് മരണം വരെ ഈ വെളിപ്പാടും ദർശനവുമുള്ള ഒരു ദൈവ പൈതലാക്കി എന്നെ സഭയിൽ നിർത്തണമേ. ആര് പ്രാർത്ഥിക്കും? അടുത്തത്, ഇത് നിന്നു പോകാൻ തുടങ്ങുക. എൻ്റെ കുഞ്ഞുങ്ങൾ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ ഇവർ UK അമേരിക്കയിലും പോകാൻ? പ്രാർത്ഥിച്ചോളൂ. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും, ദാനിയേൽ ബാബേലിൽ ചെന്നിട്ടും വെളിപ്പാടുള്ളവനായി നിന്നതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വെളിപ്പാടുള്ളവരാക്കി മാറ്റണമേ, ദർശനമുള്ളവരാക്കി മാറ്റണമേ, ക്രിസ്തുവുമായിട്ട് വലിയ ബന്ധമുള്ളവരാക്കി മാറ്റണമെന്നാണ്. 2, മതിൽ. സഭക്കാരെ പുറകെ നടന്നാലും നടന്നില്ലേലും, ആരെ കണ്ടാലും കണ്ടില്ലേലും, ഈ കുവൈറ്റിൽ ഞാനൊരു വേർപാടുകാരനായി ജീവിക്കും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വേർപെട്ട് വന്നവനാ. ഇരുളും വെളിച്ചവും വേർപിരിച്ചവനാണ് കർത്താവ്.
നന്മയും തിന്മയും ഇരുളും വെളിച്ചവും ദൈവവും പിശാചും സ്വർഗ്ഗം നരകവും വേർതിരിക്കുമ്പോൾ ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. ഒരു വേർപാടുകാരനാക്കി എന്നെ മാറ്റണമേ. നമ്പർ 3, എന്നെ ആരും പരിഗണിച്ചില്ലെങ്കിലും ഈ ദൈവസഭയുടെ മാത്രമല്ല കർത്താവിൻ്റെ നാമത്തിൽ സത്യത്തിൻ്റെ തൂണായി, മറ്റുള്ളവരുടെ ബലഹീനതകൾ ചുമക്കുന്ന ഒരാളായി, മറ്റുള്ളവരെ സഹായിക്കും, ഒന്ന് കൊടുക്കാനും പ്രാർത്ഥനയിൽ സഹായിക്കുന്ന ആളാക്കി, സമർപ്പണത്തോടെ നമ്മുടെ കരം നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറ, കർത്താവേ ഒരു തൂണാക്കി നിർത്തണമേ. കർത്താവ് ചുമക്കാം, ഞാൻ ചുമക്കാം. എനിക്ക് വേണ്ടി 220 പൗണ്ട് തൂക്കം വരുന്ന 8 അടി നീളവും 4 അടി വീതിയും വരുന്ന പച്ച പൈൻമര കുരിശുമായി 85 കിലോ ഭാരം വരുന്ന കർത്താവ് ചുമന്നെങ്കിൽ 14 സ്ഥലത്തെങ്കിലും വെച്ചും വിറങ്ങലിച്ചും വീണും എഴുന്നേറ്റും തുപ്പിമർദ്ദിച്ച് അവശനാക്കി വിരൂപനാക്കി കാൽവറി കുന്നിൽ അവനെ നടത്തിയെങ്കിൽ, സ്വന്തം തോളിൽ തലയാച്ചു മരിക്കേണ്ടി വന്നിട്ടും മരണത്തിന് മുൻപാകെ തല കുമ്പിടാതെ ചായ്ച്ചു മരിച്ചെങ്കിൽ, ഞാൻ എൻ്റെ മരണം വരെയും ദൈവം നിർത്തിയ തൂണ് എന്ന സ്ഥാനത്തിന് മാറിപ്പോകത്തില്ല. ചുമക്കാൻ കൃപ തരണമേ എന്നാരും പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ചിന്തകൾക്ക് നന്ദി. ഞങ്ങൾ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മേശയിലേക്ക് ഞങ്ങൾ വരികയാണ്. ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ടാകും, അകലം നിന്ന് പോയിട്ടുണ്ടാകും. ഇതെല്ലാം ക്ഷമിച്ച് തൂണായി നിർത്താൻ, നെഞ്ചോട് ചാഞ്ഞിരിക്കാൻ, വെളിപ്പാടും ദർശനങ്ങളുണ്ടാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ.